ഷെഫെ നെയ്മീൻ വേണോ ആവോലി വേണോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഏതായാലും കുഴപ്പമില്ല, നമുക്ക് വലിയ പണിയില്ല. വൈഫുമായിട്ട് തല്ലുപിടിച്ചിരിക്കുമ്പോ അവരുടെ സഹായം കൂടാതെ ഒരു ടേസ്റ്റി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം? ആ ഒരു സമയത്ത് ബിരിയാണി കഴിക്കാന്നുള്ളത് തന്നെയാണ്. വലിയ ചെമ്പ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെക്കുന്ന ഒരു 7-8 ചെമ്പുകൾ ഇങ്ങനെ ഒരുമിച്ച് പൊട്ടുമ്പോൾ ആവിയിലുള്ള ഞാൻ ഉണ്ടാക്കുന്നവരെ വിളിച്ചിട്ട് മുഖത്ത് നോക്കി അപ്പം ആ സ്പോട്ടിൽ പറ, ചിലരൊക്കെ ആ സ്പോട്ടിൽ വിളിച്ച് പറയും. അതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഭാര്യ എടുത്ത് പറയുകയോ അല്ലെങ്കിൽ വേറെ അല്ല, ഒരു ഭർത്താവ് ഭാര്യയോടൊന്ന് പറഞ്ഞു നോക്കട്ടെ, വളരെ മെഷീൻ അല്ല ഉണ്ടാക്കുന്നത്. ഇപ്പൊ അറിയാം, ഇപ്പൊ ഇനി എഐയുടെ ഒരു പുതിയ ടെക്നോളജി ഞങ്ങളിപ്പോ നോക്കുകയാണ്. ഇപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ഇത് വന്നാൽ എന്തായിരിക്കും ചെയ്യുക? ചിലര് ഇൻ ഫ്രണ്ട് ഓഫ് ടേബിൾ പറയൂ ഇതിനകത്ത് മുടി കണ്ടത് പറയുന്നവരുണ്ട്. അപ്പൊ ഇത് ഒരു ഗസ്റ്റ് ആയിട്ട് പോകുമ്പോ ഉള്ള കുറെ മര്യാദകളുണ്ട്. നമ്മളിപ്പോ ഒരു വീട്ടില് ഹോസ്റ്റ് ആയിട്ട് പോകും. നമ്മൾ 7 മണിക്ക് ഇടുന്നത് 6:30 വിളിച്ചിട്ടാണ്, ആ ചേട്ടാ എന്റെ കൂടെ 2 പേരുടെ ഉണ്ടായി എന്ന് മലയാളികൾ പറയും. അപ്പൊ എനിക്കറിയാം ഞാനാണ് ബില്ല് പേ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങൾ. ആ ഒരു ഡിന്നർ ഭയങ്കര ഒരു എന്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് ഓർക്കുന്നതാണ്. ഞാൻ ചേട്ടനോട് വേവാനായിട്ട് കാത്തിരിക്കില്ല. അപ്പൊ ആ കറിയും കൂട്ടി ചോറുണ്ടെന്ന ഒരു ഭയങ്കര ഒരു ശരിക്കുന്ന ഒരു ഡേ ഉണ്ട്. നെക്സ്റ്റ് ഡേ അങ്ങനെ വരാനുള്ള സാധ്യതകൾ കുറവാണ്. അയ്യോ, അതെടുത്ത് കളയാറാണ് പതിവ്. കളയല്ലേ, അത് കഴിച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്, അത് കഴിച്ചാൽ നമുക്ക് വട്ടാവും അത്രേ. അങ്ങനെയൊക്കെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് കളയലാണ്. അങ്ങനെ പറഞ്ഞവരത് കഴിച്ചോണ്ടിരിക്കും. ചിരിയോടെ അല്ലാതെ ഇദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു എന്തിനാണ് നമ്മളോട് ഭക്ഷണം കഴിക്കുന്നത്. ഷെഫ് പിള്ള അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിൽ പോയി അദ്ദേഹത്തിന്റെ ചിരി കണ്ടാൽ മതി നമ്മൾ പറയാറുണ്ട്. അല്ല, അദ്ദേഹം തന്നെ വന്ന് നമുക്ക് സെർവ് ചെയ്ത് തരുമ്പോ നമുക്ക് ഒരു നല്ലൊരു സന്തോഷമാണ്. കാരണം ഷെഫ് തന്നെ വന്ന് നമുക്ക് സെർവ് ചെയ്ത് തരുന്നു, നമ്മളോട് ചോദിക്കുന്നു അഭിപ്രായം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അഭിപ്രായം പറയുവാണ് എങ്ങനെയാ ഷെഫ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഷെഫിനെ നമുക്ക് ആദ്യം വെൽക്കം ചെയ്യാം, എന്നിട്ട് ഈ സംശയങ്ങളൊക്കെ ചോദിക്കാം. നമ്മുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു ഷെഫ് പിള്ള. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ റെസ്റ്റോറന്റ് നമുക്കറിയില്ല, നമ്മുടെ സ്വന്തം റെസ്റ്റോറന്റ്. അപ്പൊ അവിടെ പുതിയ രുചി വൈവിധ്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഷെഫ് നമസ്കാരം. നമസ്കാരം. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷം. സുഖമായിട്ടിരിക്കുന്നു. വീണ്ടും നിങ്ങളെ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. ഫെബ്രുവരി മാസത്തിൽ രുചിയുടെ ഒരു മഹോത്സവമാണ് വിന്തൻ ഗാർഡൻ നടക്കുന്നതല്ലേ? അപ്പോ എന്തൊക്കെയാണ് അതിന്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയാമോ? അതും ഫസ്റ്റ് ടൈം ആണ് 14 ഡേയ്സ് ഇങ്ങനെ ഷെഫിനെ നമുക്ക് ഇവിടെ ബഹ്റൈനിൽ കിട്ടുന്നത്. കാരണം ഇന്ന് ബഹ്റൈൻ ആണെങ്കിൽ നാളെ ചിലപ്പോൾ ഖത്തറായിരിക്കും, അത് കഴിഞ്ഞ് ചിലപ്പോൾ UAE ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ലണ്ടൻ ആയിരിക്കും. എവിടെയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഫൈനലി യു ആർ ഹിയർ. പറയൂ ഷെഫ്, എങ്ങനെയൊക്കെ? ഈ ഒരു 2 ആഴ്ച ഇവിടെ ബഹ്റൈനിൽ വീണ്ടും വന്നതാണ്. ഇത്തവണ ഗംഭീരമായ കുറെ പരിപാടികളാണ് അവർക്ക്. അപ്പൊ ഓൾറെഡി ഫസ്റ്റ് ഡേ നിങ്ങളെ കാണാൻ പറ്റി. അത് ആദ്യത്തെ ഒരു റിച്വൽ ആണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ നമ്മുടെ ഒരു ഫസ്റ്റ് ടൈം ഇവിടെ ബഹ്റൈനിൽ ഒരു മാസ്റ്റർ ക്ലാസ്, ഒരു കുക്കിംഗ് ക്ലാസ് നടത്തി. അപ്പൊ ഞങ്ങളുടെ ഒരു ഐഡിയ ആയിരുന്നു അങ്ങനെ ലാസ്റ്റ് ടൈം വന്നപ്പോ ഇങ്ങനെ ചെയ്യാം. അതൊരു നല്ല റെസ്പോൺസ്. 22 കാൻഡിഡേറ്റ്, 22 കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യമുള്ള 21 വനിതയും ഒരു പുരുഷനും. അയ്യോ, അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്തോരം പേര് വരുമായിരുന്നു. ആ പുരുഷന്റെ പക്ഷെ നമ്മുടെ ഷോ കേൾക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹം കൂടെ വന്നു. അപ്പൊ അവര് വന്നു നല്ല രസത്തില്. ഞാനും വിചാരിച്ചു ഇവിടെ എങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരുപാട് കുക്കിംഗ് മാസ്റ്റർ ക്ലാസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ആദ്യമായിട്ട് ചെയ്യല്ലേ. ഇവിടുത്തെ അവരുടെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് പറഞ്ഞില്ല. അപ്പൊ കുക്കിങ്ങും അത് കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കുറെ, എന്നിട്ട് പിന്നീട് ഒരു സ്പെഷ്യൽ ലഞ്ചൊക്കെ സെറ്റ് ചെയ്തൊരു സെഷൻ ആയിരുന്നു. അപ്പൊ വന്നു, അവരെ കണ്ടു, 3 സെക്ഷനായിട്ട് മാറ്റി. അപ്പൊ മൾട്ടിപ്പിൾ ഡിഷുകൾ, വെജിറ്റേറിയൻ ഉണ്ടായിരുന്നു, നോൺ വെജിറ്റേറിയൻ ഉണ്ടായിരുന്നു, സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു, മെയിൻ കോഴ്സ് ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ അവരെ ഉണ്ടാക്കി കാണിച്ചു. അപ്പൊ അത് ഭയങ്കര അമേസ് ആയി. പെട്ടെന്നൊരു 5 മിനിറ്റിൽ ആദ്യത്തെ വേണാട് പാൽക്കൊഞ്ചാണ് ഉണ്ടാക്കിയത്. അവിടെ മുമ്പിൽ പ്രോൺ മറിനേറ്റ് ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു. വിത്തിൻ 3 മിനിറ്റ്സിൽ ഈ ഡിഷ് റെഡിയായി. അപ്പൊ ഈ 3 മിനിറ്റിൽ ഡിഷ് റെഡിയായപ്പോ അവരെല്ലാരും ഞെട്ടി. സാധാരണ കൊഞ്ചൊക്കെ ഞങ്ങളൊക്കെ 1 മണിക്കൂർ എടുത്താലും കൊഞ്ചാവൂല. അത് കഴിഞ്ഞ് അവര് കഴിക്കുന്നു, അതിനുശേഷം അടുത്ത കുക്ക് ചെയ്യുന്നു, പിന്നീട് അവര് കുക്ക് ചെയ്യുന്നു. അപ്പൊ ഓവറോൾ ഒരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സെഷൻ ആയിരുന്നു. വന്നവർക്ക് എല്ലാവരും ശരി, അത് മലയാളികൾ
മലയാളികളുണ്ട്, മറ്റ് സംസ്ഥാന നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയൊക്കെയുള്ള എല്ലാവരും ഒക്കെ ആയിട്ടൊരു ഗംഭീരമായ ഒരു സെഷൻ എനിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അതെ, കാരണം ശരിക്കും ഷെഫിനെ ഞങ്ങൾ ഇന്നലെ ആയിരുന്നു ഇവിടെ ഇൻവൈറ്റ് ചെയ്തത്. പക്ഷേ ഷെഫ് ഇന്നലെ ഈ ഒരു കുക്കിംഗ് ക്ലാസ് ഉള്ളത് കൊണ്ട് കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് മാറ്റിയതാണ്. ഷെഫ്, എന്തോരം ഡിഷുകളാണ് നിങ്ങൾ ആ ഡിഷിന്റെ ഒക്കെ പേരുകൾ? ആദ്യം നമ്മളൊരു സ്റ്റാർട്ടറായിട്ട് ഫസ്റ്റ് ഈ പറഞ്ഞ വേണാട് പാൽക്കുഞ്ച്, മെയിൻ കോഴ്സിൽ നെയ്മീൻ നിർവ്വാണ അപ്പവും, അതുപോലെ വെജിറ്റേറിയൻകാർക്ക് സ്റ്റാർട്ടറായിട്ട് തേങ്ങ മാങ്ങ പട്ടാണി സുണ്ടൽ. പട്ടാണി സുണ്ടൽ, തേങ്ങ മാങ്ങ പട്ടാണി സുണ്ടൽ. അപ്പൊ അതെന്താണ്? അതൊരു തമിഴ്നാട്ടിലെ ഒരു സ്ട്രീറ്റ് ഫുഡിന്റെ ഒരു സാലഡ് വേണമെങ്കിൽ പറയാം. നമ്മളൊക്കെ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനമില്ലേ, കടലയും. അപ്പൊ അതിനെ ഒരു നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ വേർഷനിൽ ഒരു സ്റ്റാർട്ടർ പോലെ കടല, അതുപോലെ പട്ടാണി, ഗ്രീൻ പീസ് ബോയിൽ ചെയ്ത്, മാതള നാരങ്ങ, തേങ്ങ, ചെറിയ ഉള്ളി, നാരങ്ങ നീര്, ഇതൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് പച്ചമാങ്ങയും കൂടെ കൊത്തി എരിഞ്ഞിട്ടുള്ള ഒരു സാലഡാണ്. ആക്ച്വലി ഇതൊരു ബ്യൂട്ടിഫുൾ, ഒരു ഹെൽത്തി, നിങ്ങളുടെയൊക്കെ ഒരു ഇപ്പൊ ഈ ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നവർക്ക് ഒരു ഈവനിങ് ഒരു ഗ്രേറ്റ് സ്നാക്ക് ആയിട്ട് വേണമെങ്കിൽ കഴിയും. പ്രോട്ടീൻ ഉണ്ട്, എണ്ണയുടെ ആവശ്യമില്ല, എല്ലാം ബോയിൽ ചെയ്താണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സിങ്ങിന് നിങ്ങൾക്ക് ടേസ്റ്റ് കൂടാൻ വെളിച്ചെണ്ണ ഒലിവ് ഓയിലൊക്കെ ചേർത്ത് കുറച്ചുകൂടെ ഫ്ലേവർ ആവും. അപ്പൊ കടല പുഴുങ്ങി വെക്കുക, അതുപോലെ ഗ്രീൻ പീസ് പുഴുങ്ങി മാറ്റി വെക്കുക, എന്നിട്ട് കുറച്ച് നല്ല തേങ്ങാപ്പീര, ചെറിയ തേങ്ങാപ്പീര, എന്നിട്ട് ചെറിയ ഉള്ളി, നമ്മുടെ ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞ്, പച്ചമുളക് മാറ്റി വെക്കുക, കുറച്ച് പൊമഗ്രനേറ്റ് സീഡ് എടുത്ത് വെക്കുക, മല്ലിയില അരിഞ്ഞു വെക്കുക, പച്ചമാങ്ങയും കൊത്തി അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നാരങ്ങ നീര്, ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് ഇങ്ങനെ അതൊരു ഭയങ്കര ഒരു അത് നമുക്കിങ്ങനെ കുറച്ച് കഴിക്കാൻ തോന്നുന്നു. അപ്പൊ ഒരു ബിഗ് ഒരു വെജിറ്റേറിയൻ പ്രോട്ടീൻ സാലഡ് പോലെ കഴിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു ഈ റെസിപ്പി വീട്ടിലുണ്ടാക്കി കഴിക്കുക കേട്ടോ. അതെ, പ്രത്യേകമായിട്ട് നിങ്ങളോട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ലൈവ് FM ഇപ്പൊ ട്യൂണിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഒരു വെറുതെ ഒരു പേനയും പേപ്പറും കയ്യിൽ വെച്ചോ. കാരണം എപ്പോഴാണ് ഷെഫ് എന്തെങ്കിലും ഇതുപോലത്തെ ടിപ്പ് നമുക്ക് പറഞ്ഞു തരാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ തന്നെ നോട്ട് ഡൗൺ ചെയ്യാം അല്ലേ? അതെ. അപ്പൊ എനിക്ക് എന്റെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ഒരു ഷെഫ് എന്ന നിലയിൽ നമ്മളൊരു റെസിപ്പി ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അതിനെ ആക്കിയിട്ട് അത് ഷെയർ ചെയ്തിട്ട് അത് ഇന്നും ആളുകൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇപ്പോഴും ഫോട്ടോ എടുത്ത് അയച്ചു. അപ്പൊ അത് കാണുമ്പോൾ നമുക്കില്ല, നമ്മുടെ ഒരു കുഞ്ഞിനെ കാണുന്ന പോലാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടി ബ്യൂട്ടിഫുള്ളി ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. ചിലര് എങ്ങനെയെങ്കിലും ഒക്കെ ഈ വാഴയില കിട്ടാത്ത ഒരു സിൽവർ ഫോയിൽ ഉണ്ടാക്കി അയച്ചു. ജർമ്മനിയിലൊക്കെ ഉള്ളവർക്കൊന്നും വാഴയില കിട്ടില്ല, അവർ അലൂമിനിയം ഫോയിലൊക്കെ നിർവ്വാണം ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ രസം, ഒരാള് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇതേപോലെ ഏത് രാജ്യം എന്ന് പറഞ്ഞില്ല, യൂറോപ്പിലോ എവിടെയോ ആണ്. അപ്പൊ വാഴയില ഇല്ല, അവരെന്നിട്ട് ഒരു നഴ്സറിന്ന് ഒരു അലങ്കാര വാഴ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വീട്ടിൽ നിർവ്വാണം ഉണ്ടാക്കാനായിട്ട്. അതിന്റെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ട്, ആ ഇല വെട്ടിയിട്ട് ചെറിയല്ല, എന്നിട്ട് ചെറിയ പാനില്. അപ്പൊ വാഴയില കിട്ടാഞ്ഞിട്ട് ഒരു വാഴ ചെടി തന്നെ എവിടുന്നോ പിന്നെ ആമസോൺ വഴി ഇമ്പോർട്ട് ചെയ്ത് വീട്ടിലെത്തിയിട്ട് 3 വാഴയില ഉണ്ടായിരുന്നു, 3 നിർവ്വാണം ഉണ്ടാക്കിയിട്ട് ഫോട്ടോ അയച്ചു തന്നു. തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും അതിപ്പോ ഒരു കോമൺ റെസിപ്പി ആയിട്ട് മാറി. എത്രയോ റെസ്റ്റോറൻറ്റ്സുകൾ അത് കൊടുക്കുന്നുണ്ട്, എത്രയോ വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര കാണുമ്പോ നമുക്കൊരു നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു സാധനം. അല്ലെ, കവിതയൊക്കെ എഴുതിയിട്ട് ആളുകളൊക്കെ ഇപ്പൊ മധുസൂദനൻ സാർ ആദ്യം ഈ നാറാണത്ത് ഭ്രാന്തൻ ഓർമ്മയുണ്ടല്ലോ, ആ കവിത ഭയങ്കര ആ കാലഘട്ടത്തിൽ മറ്റേ ഇതിനു മുമ്പൊക്കെ വയലാറിന്റെ കവിതകൾ അല്ലെങ്കിൽ മറ്റു പലരുടെയും കവിതകളൊക്കെ ആൾക്ക് ഇഷ്ടമാണെങ്കിലും ഒരു പ്രചാരമായത് അദ്ദേഹം നാറാണത്ത് ഭ്രാന്തൻ എഴുതി ചൊല്ലി കേട്ടതിന് ശേഷം അതൊരു ഭയങ്കര ഇപ്പോഴും അത് കാണാതറിയാം. അതുപോലെ എനിക്കൊരു ഫീലാണ് ഇതിങ്ങനെ എല്ലാവരും വളരെ കുക്കിംഗ് അറിയാത്ത ആൾക്കാർ പോലും ഇത് വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അത് ഇഷ്ടപ്പെട്ടപ്പോ അവര് വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫിഷിൽ നിന്ന് മാറി ചിക്കൻ നിർവ്വാണയൊക്കെ ചിക്കൻ, പ്രോൺ, ക്രാബ്, അത് പല രീതിയിൽ അതാക്കും. അതിന്റെ ഒരു ഐഡിയ കിട്ടി അത് പോപ്പുലർ ആയാൽ അതിന്റെ ഏറ്റവും ബെസ്റ്റ് മറ്റുള്ളവർ തന്നെ കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ട്. നമ്മുടെ ഒരു ബേസിക് ഒരു സാധനം ചെയ്തു കൊടുത്താൽ മതി. അതിനെ ആ ബേസിക് ഐഡിയനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം അത്രയും ഐക്യൂ അല്ല അത്രയും എഫർട്ട് ഇടുന്നവരാണ് മലയാളികൾ. അപ്പൊ ഒരു സാധനം കണ്ടാൽ അവരതിന്റെ നെക്സ്റ്റ് ലെവലോ തേർഡ് ലെവലോ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ അവര് അതിനെ ആ പ്രൊഡക്റ്റിനെ വേറെ രീതിയിലൊക്കെ ആക്കുന്നവരെ എനിക്കറിയാം. അത് ഭയങ്കര ഹാപ്പി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തു കൊടുത്താൽ മതി, അവരതങ്ങ് ഏറ്റെടുത്തു. ഷെഫ് ഇപ്പൊ ഒരുപാട് വിദേശ ഷോസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതെ, അപ്പൊ അവിടെ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ഡിഷ് എന്താ? അല്ല, ഞാൻ എവിടെ പോയാലും ഇപ്പൊ എല്ലാരും ഇത് ഞാനിപ്പോ ഈ ഒരു ജനുവരിയിൽ നടന്നൊരു സംഭവം പറയാം. ഒരു 6 എടുത്ത സെഷൻ ഞാൻ ഈ ഒരു ജനുവരിയുടെ തിരക്ക് വെച്ചാൽ ഫസ്റ്റ് തിരുവനന്തപുരത്ത് നമ്മുടെ നിയമസഭയില് പുസ്തകോത്സവം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു ഫെസ്റ്റിവൽ, അത് കഴിഞ്ഞ് നേരെ പട്ടാമ്പിയിലാണോ പാലക്കാട് ഗവൺമെന്റ് കുടുംബശ്രീ സരസ് മേള, അവിടെയും ലൈവ് നിർവ്വാണ കുക്കിംഗ് വലിയൊരു ഓഡിയൻസിന്റെ മുമ്പിൽ. അത് കഴിഞ്ഞ് നേരെ കൊല്ലത്ത് ക്ഷീരവികസന വകുപ്പിന്റെ
ഇതെല്ലാം ജനുവരി നടക്കുന്ന സംഭവമാണ്. ജനുവരി കൊല്ലത്ത് ക്ഷീരവികസന വകുപ്പിന്റെ ക്ഷീരകർഷകർക്കായിട്ടുള്ള സംസ്ഥാന സമ്മേളനം ആശ്രാമം മൈതാനത്ത്. അവിടെ പോയിട്ട് ക്ഷീരകർഷകർക്ക് വേണ്ടിയിട്ട് പനീർ വെച്ചിട്ടുള്ള നിർവ്വാണം. അത് കഴിഞ്ഞിട്ടാണ് KLF 3-4 സെഷൻ, പിന്നീട് JN യൂണിവേഴ്സിറ്റി. അങ്ങനെ ഈ എവിടെ പോയാലും ആളുകൾക്ക് ഒരു ചോദ്യം ഇപ്പോഴും, ഞാനിത് പറയണ്ടെന്ന് കരുതിയാലും ആളുകൾ ഇത് തന്നെയാണ് ചോദിക്കുക, നിർവ്വാണം. ഞാനത് നമ്മളത് കൊടുത്തു, ഇല്ല പറയുന്നില്ല, ഒരു സിനിമ നമ്മൾ ഡയറക്ട് ചെയ്ത് കഴിഞ്ഞു, അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞു, സെൻസറിങ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടർക്കോ പ്രൊഡ്യൂസർക്കോ റോളില്ല, അത് ജനങ്ങളുടെയാണ്. പിന്നെ അതിന്റെ തീരുമാനിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ. അതേപോലെ നമ്മളൊരു സാധനം ഇട്ട് കഴിഞ്ഞാണ് വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉദാഹരണമാണത്. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു ആ ഒരു ഡിഷ്. എനിക്ക് ഉറപ്പാണ് ഇവിടെയൊക്കെയുള്ള ഒരുപാട് ബീഹാറിലെ ഒത്തിരി ആൾക്കാർ ഇത് ഉണ്ടാക്കി വീട്ടിൽ കഴിച്ചിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ്. നമുക്ക് വേറെ കുറെ ഡിഷുകളൊക്കെ അറിയാം, അതൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ വളരെ ഇതാണ്. അപ്പൊ ഇത് നമ്മളില്ല ചെയ്ത് കാണാപ്പാടമാണ്. ഏത് പാതിരാത്രിക്ക് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും എനിക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസും എല്ലാം അറിയാം. എത്രമാത്രം ലക്ഷക്കണക്കിന് നമ്മള് വിറ്റഴിച്ചിട്ടുണ്ട്. അതുപോലെ എത്ര എടുത്ത് പോയി ചെയ്തങ്ങ് പ്രാക്ടീസ് ആയി. അപ്പൊ വേറെ ആരും, ഞാൻ എന്റെ അടുത്ത് ചോദിക്കും വേറെ എന്തെങ്കിലും, ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യും എവിടെങ്കിലും ലൈവ് പ്രോഗ്രാം എന്തൊക്കെയുണ്ട്, കുക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് എന്തെങ്കിലും പുതിയത് പറയൂ, എങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറയുന്നതിന് മുമ്പേ നിർവ്വാണകടെ എന്താ ഷെഫേ നെയ്മീൻ വേണോ ആവോലി വേണം എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഏതായാലും കുഴപ്പമില്ല, അതുപോലെ നമുക്ക് വലിയ പണിയില്ല, ഇത് പോയാൽ 5 മിനിറ്റ് കൊണ്ട് തീരുകയും ചെയ്യും. വേറൊരു ഡിഷിന് 1 മണിക്കൂർ എടുക്കും, ഒരുപാട് മിസ്സംബ്ല ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഇത് മീനെടുക്കുന്നു, മറിനേറ്റ് ചെയ്യുന്നു, വാഴയിലക്കകത്ത് വെക്കുന്നു, പാലൊഴിക്കുന്നു, ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് 5 മിനിറ്റ് കൊണ്ട് ആളുകൾക്കെല്ലാം വൗ അടിച്ച് കൊടുക്കാനും പറ്റും. അപ്പൊ എനിക്ക് എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളും ഈ ലൈവ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ പറഞ്ഞില്ലെങ്കിൽ പോലും അവരിതാണ് ആവശ്യപ്പെടുന്നത്. അല്ല ഷെഫിനൊരു ഇതുണ്ട്, അതായത് ഷെഫ് പിള്ളയാണോ എന്നാ പിന്നെ കോക്കനട്ട് മിൽക്ക് എന്തായാലും എന്നെ പിള്ള ഷെഫ് എന്ന് അല്ല തേങ്ങാപ്പാൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ട്രോളുന്നവരുണ്ട്, കളിയാക്കുന്നത്. അപ്പൊ എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ നാടിനെ, നമ്മുടെ ബ്ലഡ് അല്ലെ, നമ്മുടെ ജീനില് തെങ്ങിന്റെ ഇല്ലാണ്ട് ഒരു മലയാളിക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ ഒരു തെങ്ങെന്ന് പറഞ്ഞ വെറും തേങ്ങാപ്പാൽ മാത്രമല്ല, ഇപ്പൊ വെളിച്ചെണ്ണ, അത് ഇനി കൊതുമ്പ്, ചൂട്ട് അല്ലെങ്കിൽ ചിരട്ട, ഇനി ഒന്നുമില്ലെങ്കിൽ വെള്ളക്കാ പോയിച്ചു നമ്മൾ കളിച്ച് വളർന്നവരാണ്. ഇപ്പോഴല്ലേ ടോയ്സ് ഒക്കെ ആയത്. നിങ്ങൾ ചേട്ടൻ വെള്ളക്ക വെച്ച് കളിച്ചിട്ടില്ല? നമ്മള് വെള്ളക്ക വെച്ചിട്ട് ഇങ്ങനെ കറക്കുണ്ട്, എന്തെല്ലാം ഗെയിം കളിച്ചിട്ടുണ്ട്, ഓലക്കാല് വെച്ച് എന്തെല്ലാം കളിച്ചിട്ടുണ്ട്, പാമ്പുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പൊ അത് ഓലപ്പന്ത് വെച്ച് കളിച്ചിട്ടുണ്ട്. അപ്പൊ തെങ്ങെന്ന് പറഞ്ഞത് നമ്മുടെ ഒരു മലയാളിയുടെ ജീനിനകത്തുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അല്ലേ. അത് പല രൂപത്തില്, അത് വിറകായിട്ടുണ്ട്, നമ്മുടെ വീട്ടിലെ കൊതുമ്പ്, ചൂട്ട്, എന്തിനു പറഞ്ഞു നിത്യം. ഇപ്പൊ കല്ലിൽ ഇപ്പൊ ഏറ്റവും നല്ല, ഇപ്പൊ ദോശക്കല്ലൊക്കെ ഈ ദോശ ഇളകി വരാത്ത നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ പല സാധനങ്ങൾ കൊണ്ടുവരും. ഒരു ഇച്ചിരി ചകിരിയും കൂടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ, ആ ചകിരിയല്ല, ആ ചിരട്ടയുടെ ഏറ്റവും മേലെ ഇരിക്കുന്ന ഒരു സാധനമാണ്, അതിങ്ങനെ കളക്ട് ചെയ്ത് ഒരു 5 എണ്ണം വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലീനിങ് സാധനമാണ്. അത് എണ്ണയ്ക്കകത്ത് വെച്ചാൽ അതൊന്നും തൂത്ത് കഴിഞ്ഞാൽ തന്നെ ദോശയാണോ അപ്പോൾ ഇപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയുണ്ട്. അതാണ്. അപ്പൊ അതുപോലെ ഞാൻ പറയാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ തെങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഈ തേങ്ങാപ്പാലെന്ന് പറഞ്ഞത് ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, നാച്ചുറലി നിങ്ങൾ അല്ലാണ്ടെന്ന് പറ, അല്ലെങ്കിൽ പിന്നെ അമ്മയുടെ മുലപ്പാൽ എന്നൊക്കെ പറയാം. അത് ഒരു തെങ്ങ് ഇങ്ങനെ ആയി, അത് ഷെല്ലായി, വെള്ളക്കയായി, വലുതായി, അതിനകത്ത് വെള്ളം വന്നു, അത് പിന്നീട് അത് ഒന്ന് വെടല പരുവത്തിലെത്തി, ആ മലായിന്ന് മാറി അത് തേങ്ങയായി, ഒരു മായവും ചേർക്കേണ്ട, എത്ര ഷെല്ലിന്റെ ഉള്ളിൽ ഇരുന്ന് ചിരട്ടയും തൊണ്ട് ഉണങ്ങി വന്ന ഒരു സാധനത്തിനെ പൊട്ടിച്ച് തേങ്ങ പിഴിഞ്ഞ് അതിന്റെ എക്സ്ട്രാക്ട് എടുക്കുന്ന ഒരു സാധനമാണ് ഈ തേങ്ങാപ്പാൽ. ഒരു അമൂല്യമായ ഒരു പ്രൊഡക്റ്റ് അല്ലേ നമ്മുടെ. ഇപ്പൊ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതൊക്കെ ഇതേപോലെ അമൂല്യമാണ് ഈ ഒലിവ്സ്. അപ്പൊ ഓരോ നാട്ടിലും അവരുടേതായ ഓരോ സാധനങ്ങളുണ്ട്, നമ്മൾ അതിനെ അഭിമാനിക്കുകയാണ്. അപ്പൊ ആളുകൾ എന്നെ കളിയാക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ല, ഒരു പുതിയൊരു ഡിഷ് ഉണ്ടല്ലോ, മറ്റേ ഒരു ബ്രൗൺ കളറുള്ളത്, എന്തായിരുന്നു അതൊരു പുളി ബേസ്ഡ് ആണ്. ഇഞ്ചിപ്പുളി ചിക്കൻ. അതും ഇദ്ദേഹത്തിന്റെ ഒരു ഡിഫറെന്റ് സംഭവമാണ് അല്ലേ. അത് എനിക്ക് തോന്നുന്നു ബഹ്റൈനിലാണോ അല്ലെങ്കിൽ എല്ലായിടത്തും. അതൊക്കെ കോവിഡ് ടൈമിൽ ഇറങ്ങിയ സാധനങ്ങളാണ്. അത് പുളിയിഞ്ചി, അതായത് പുളിയിഞ്ചി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പുളിയിഞ്ചി നമ്മുടെ തെക്കൻ കേരളത്തിലെ സദ്യയില് ഇഞ്ചിക്കറിയും, വടക്കൻ കേരളത്തിലാണ് പുളിയിഞ്ചി. പുളിയിഞ്ചി ഒരു സ്വീറ്റ് ആൻഡ് സവർ ആണ്, ഒരു നല്ലൊരു ഭയങ്കര ഒരു ആളൊക്കെ ഇഷ്ടപ്പെടുന്ന സോസ് ആണ്. പക്ഷെ അതിന്റെ ബേസിക് എന്ന് വെച്ചാൽ അതിന്റെ ഒരു ഒറിജിനലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ
ബാർബെക്യൂ സോസിന്റെ വേറൊരു അതെ, വേർഷനാണ്. അതെ, അപ്പൊ ബാർബെക്യൂ ചിക്കനൊക്കെ കഴിക്കുന്നവർക്ക് അതെ അതിനെ ഒരു കേരളീയ രീതിയിലാണ് ഈ പുളിയിഞ്ചിക്കകത്ത് ആ സോസ് ഉണ്ടാക്കി സ്ട്രെയിൻ ചെയ്തിട്ട് ചിക്കന്റെ വിങ്സ് എടുത്തിട്ട് നമ്മൾ 65 രീതിയിൽ മറിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് ഈ സോസിലിട്ട് വരട്ടിയെടുത്ത് എള്ളൊക്കെ വറുത്ത് മേലെ ഇട്ടിട്ട് എടുക്കുമ്പോഴാണ് എന്റെ ഇഞ്ചി പുളി മനസ്സിലേക്ക് ചിക്കൻ അത് വിങ്സ്. വരുവാണ്, എന്റെ മനസ്സിലേക്ക് അത് വരുവാണ്. നമ്മൾ ശരിക്കും നമ്മുടെ ലിസണേഴ്സിനോട് ചെയ്യുന്ന വലിയൊരു അത് ഉച്ച സമയത്ത് എല്ലാരും ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. ഞങ്ങൾ എപ്പോഴും ഈ ഫുഡിനെ പറ്റി പറയുമ്പോൾ ഇവര് പറയും, ഓ ഷിബു എന്നോട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഭക്ഷണത്തിനെ പറ്റി പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് പറയും. ഇന്നിപ്പോ നമ്മൾ ആരോടാ സംസാരിക്കുന്ന, ഷെഫിനോട്. ഇതെന്നെ സംസാരിക്കാൻ പറ്റും. നമ്മൾ ഈ പുളിയിഞ്ചിയുടെ കാര്യം പറയുമ്പോൾ ഷെഫേ, നമ്മൾ ചില നാട്ടുരുചികളുണ്ട്, നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതാണ് ഈ നാട്ടുരുചികളൊക്കെ. പന്നി നിന്ന് പോയ ചില നാട്ടുരുചികളുണ്ട്, ഒരുപാടുണ്ട്. എനിക്കത് ഒരു ഷെഫ് എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മുടെ പഴയ കാലത്തുണ്ടായ രുചികളൊക്കെ ഇങ്ങനെ കുറഞ്ഞു മാറി അല്ലെങ്കിൽ ഡൈല്യൂട്ടായിട്ടൊക്കെ പോകുന്നുണ്ട്. ഒത്തിരി ഫോർഗോട്ടൻ റെസിപ്പീസ് ഉണ്ട് പല റീജിയണിലും. നമ്മൾ ഇതുവരെ ഞാനിപ്പോ ഇങ്ങനെ പല വീടുകളിലൊക്കെ പോയി കഴിക്കാനൊക്കെ പറ്റുമ്പോൾ ഇപ്പോഴും അത്ഭുതത്തോടെ കഴിക്കുന്ന കുറെ ഡിഷുകളൊക്കെ ഉണ്ട്. അതിന്റെ രുചി കൂട്ടുകൾ, നമ്മൾ കഴിച്ച കറികൾ തന്നെ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് പഴയ കാലത്ത് ഒരു ചായക്കട പോലും കാണാനില്ല. ഇപ്പൊ ഞാൻ ഈ അടുത്തൊരു രീതിയിൽ മനസ്സിലായാണ്, 30 വർഷത്തിൽ പഴക്കമുള്ള ചായക്കടകൾ കേരളത്തിൽ ഇപ്പൊ വിരലെണ്ണാവുന്നേ ഉള്ളൂ. പണ്ട് നമ്മുടെ നാട്ടിലൊരു എവിടെ പോയാലും തൊട്ടടുത്ത് മുക്കിന് നമുക്കൊരു ദോശ കിട്ടും, ഇഡ്ഡലി കിട്ടും, അപ്പം ഇങ്ങനെ ചുട്ട് കണ്ണാടിപ്പെട്ടിക്കകത്തുണ്ടാവും, പുഴുങ്ങിയ മുട്ട ഒരിടത്തുണ്ടാവും, അതിന്റെ ഒരു ഉള്ളിക്കറി, ഒരു പ്രത്യേകതര ഉള്ളിക്കറി ഉണ്ട് അല്ലേ, ഒരു ഇച്ചിരി സ്വീറ്റ് ആൻഡ് സവർ ആയിട്ടുള്ള സവാളയൊക്കെ ഇങ്ങനെ വയറ്റി വാടി ഇങ്ങിരിക്കുന്ന ആ കടകളൊന്നും ഇല്ല. അപ്പൊ അതിന് പകരമൊക്കെ ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ആവശ്യപ്രകാരമുള്ള ഷവർമയും മന്തിയൊക്കെ കിട്ടുന്ന കടകളൊക്കെ റീപ്ലേസ് ആയി. ദാറ്റ് ഈസ് ഫോർ അതിപ്പോ ആളുകളുടെ ആവശ്യാനുസരണം ഡിമാൻഡ് അനുസരിച്ച് മാറി. അപ്പൊ നമ്മുടെ നാടിലെ ഭക്ഷണ രീതികളൊക്കെ മാറി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ അന്യം നിന്ന് കുറെ വർഷം കഴിയുമ്പോൾ ഇതിന്റെ ഒറിജിനൽ കുറെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു സങ്കടമുണ്ട്. നമ്മുടെ അടുത്ത തലമുറയൊക്കെ വരുമ്പോ ഈ പഴയകാല കുറെ ഭക്ഷണ രീതികളും ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ അത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടെ ആയിരിക്കുകയാണ്. സത്യം അതന്നെ. ശരിക്കും ഷെഫിന്റെ എല്ലാ ഡിഷും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ആ ഒരു എന്താ പറയാ, നമ്മളൊരു ട്രഡീഷണൽ വേ ഉണ്ട് അല്ലെ, പക്ഷെ ഒരു ഫ്യൂഷൻ പേരുകളെ മിക്സ് ഓഫ് എവറിത്തിങ് ആണ്. നമ്മൾ അതിന്റെ ഒറിജിൻ കാത്തു സൂക്ഷിച്ചിട്ട് നമ്മുടെ നാടിന്റെ ആ ഒരു സംഭവം അതിനകത്ത് ഫ്യൂഷൻ എന്ന് പറഞ്ഞ പല രീതിയിൽ പല ആൾക്കാരും ചെയ്യും. ചിലതൊക്കെ ഒരു വികൃതമായ സംഭവമായിട്ട് മാറും. ചിലത് നമ്മുടെ ആ ഒറിജിൻ വെച്ചിട്ട് തന്നെ അതിനെ ഒരു ഫ്യൂഷൻ ചെയ്യുമ്പോഴാണ് ആ ഒതൻസിറ്റിയും ആൾക്ക് അതിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ട് ചെയ്യുമ്പോൾ ഓ ഇത് ആ മെത്തേഡ് ഞാൻ കഴിച്ചതാണ് ഈ രീതിയിലാകുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരുപാട് പേര് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തതാണ് നമ്മുടെ സംഭാരം പാനിപൂരി കട. അത് കുടിക്കുന്ന ഒരാൾക്ക് ഒരു ഒറിജിനൽ പാനിപൂരി കുടിച്ച ഒരാൾക്ക് പാനിപൂരി എന്താണെന്നറിയാം, നല്ല രസമുള്ളൊരു ഡിഷാണ്. അപ്പൊ ഈ മോരും വെള്ളവും അച്ചാറും പൂരിക്കകത്ത് കുടിക്കുമ്പോഴും ആ ഒരു ഫ്യൂഷൻ ഉണ്ട് എന്നാൽ അതിന്റെ ഒറിജിനാലിറ്റി മാറുന്നില്ല. ഈ കപ്പാപ്പിടി പപ്പടം ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിക്കേണ്ട രീതി എങ്ങനെയാണ്, അതൊന്ന് പറയാമോ? അതൊരു സിമ്പിൾ സ്റ്റാർട്ടർ ആണ്. പപ്പടം ഒക്കെ പൊടിച്ചിട്ട് നമ്മുടെ കസാവയും അതിന്റെ തടുക്കയൊക്കെ അടിച്ചിട്ട് ഒരു വെജിറ്റേറിയൻസിന് ഈ മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കണ്ടത് നമുക്ക് നല്ല വെജിറ്റേറിയൻ സ്റ്റാർട്ടേഴ്സോ മെയിൻ കോഴ്സോ ഇല്ല. ആ സെയിം മറ്റേ വെജിറ്റബിൾ റോൾ ഇല്ലേ, അതായിരിക്കും എല്ലായിടത്തും. അപ്പൊ ഒരു സാധാരണ നമ്മളിപ്പോ ഒരു വെജിറ്റേറിയൻ ആൾക്കാരെ, ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് ഒരു നമുക്കൊരു സദ്യയുണ്ട്, കുറെ കറികളുണ്ട്, സൈഡും മെയിൻ കോഴ്സും ആയിട്ട് മാത്രമാണ്. ഒരു സാലഡിലോട്ട് അല്ല ഒരു സ്റ്റാർട്ടേഴ്സിലോട്ട് പോകുമ്പോൾ ഒന്നും ഒരു കേരള ക്യൂസിനിൽ ഇങ്ങനെ ഒരു സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയത് ചെയ്യുക. ഇപ്പൊ ഒരു നമുക്ക് നോൺ വെജിറ്റേറിയൻസ് നോക്കി എന്തെല്ലാം വെറൈറ്റികൾ. ഇപ്പൊ ഈ പ്രോൺ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ടർ ആക്കാം, മെയിൻ കോഴ്സ് ആക്കാം. ഇപ്പൊ നിങ്ങള് ബാക്കി ഇപ്പൊ ഈ അവിയലിനെ സ്റ്റാർട്ടർ ആക്കി കൊടുക്കാൻ പറ്റില്ല, അല്ല തോരന് കൊടുക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കൂടിപ്പോയി ഇപ്പൊ ഉള്ളിവട ചിലയിടത്തൊക്കെ അതൊന്നും ഒരു സ്റ്റാർട്ടർ അല്ല, അതൊക്കെ ഒരു സ്നാക്കാണ്. അതിനെയൊക്കെ വേറെ രീതിയിൽ കൊടുക്കുന്നത് മാത്രമാണ്. അപ്പൊ നമ്മളുടെ ഒരു ഒറിജിനൽ വേഷനിൽ ഈ ഒരു വെജിറ്റേറിയൻ കേരള ക്യൂസിനിൽ ഒറിജിനലായിട്ട് നിന്നുകൊണ്ട് കുറെ സ്റ്റാർട്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഈ കപ്പ അല്ലെ ചേന, ചേമ്പ്, കാച്ചില് ഇതിനെയൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന രീതിയിലുള്ള കുറെ ഡിഷുകളായിട്ട് റീക്രിയേറ്റ് ചെയ്യുന്നു. അതെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഷെഫ്, ഞങ്ങള് വന്ന സമയത്ത് നമ്മൾ ആ ഒരു ചമ്മന്തി പോലെ ഒരു പൂരിയുടെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും ആക്ച്വലി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് ഡിപ്പായിട്ട് കഴിക്കണം. എല്ലാരും അത് പാനിപ്പൂരി കഴിക്കുന്നവരെ കഴിച്ചതിന് ശേഷം നല്ല എരിവുണ്ട്. പിന്നെ മനസ്സിലായത് അത് കപ്പ പിടി വെച്ച് ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കണം. അപ്പോഴാണ് അതിന്റെ ശരിക്കും രുചി മനസ്സിലായത്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കത് കുഞ്ഞുള്ളിയാണെന്ന് തോന്നുന്നു. അതിനകത്ത് കാന്താരി. എനിക്കൊന്ന് ഷെഫിന് തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. പറയും കാര്യം ഇതൊരു പ്രശ്നമാണ്. സുനിൽ ബാബു ഒരു സംഘർഷാവസ്ഥയിലൂടെ പോവുകയാണോ തോന്നുന്നില്ല. അത് ഒരു മാനസികമായിട്ടുള്ള സമ്മർദ്ദമാണെന്ന് തോന്നുന്നു. അത് വൈഫുമായിട്ട് തല്ലുപിടിച്ചിരിക്കുമ്പോ
അവരുടെ സഹായം കൂടാതെ ഒരു ടേസ്റ്റി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം? ആ ഒരു സമയത്ത് ബിരിയാണി കഴിക്കാന്നുള്ളതാണ്. അല്ല, ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് കൊണ്ട് ആ വഴക്കും മാറണം. അങ്ങനെ ഒരു ശരിയാ, നല്ലൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല. ഈ ബിരിയാണി എന്ന് പറഞ്ഞ സാധനം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ, ഹാപ്പിനെസിന്റെ ഒരു സിനോണിയമാണ്. അതൊരു വായിലിങ്ങനെ ഇടുമ്പോ കഴിക്കണ്ട, നിർവൃതി. ബിരിയാണി ഉണ്ട് എന്ന് കേട്ടാൽ തന്നെ പകുതി സന്തോഷം വരുന്നവരാണ് മനുഷ്യർ. അത് അങ്ങനെ ഒരു ഡിഷാണ്. അപ്പൊ അതൊരു ഫെസ്റ്റിവൽ. ബിരിയാണി ഉണ്ടാക്കുന്ന പോലും അങ്ങനല്ല. അതിനകത്ത് ഇപ്പൊ നെയ്യുടെ അളവ് അല്ലെങ്കിൽ ചിക്കൻ, ചോറ് എല്ലാത്തിനും ഒരു ഭയങ്കര കൃത്യമായിട്ട് അളവിട്ടാ ബിരിയാണി കൊള്ളൂല എന്നൊക്കെ പറയും. അപ്പൊ ഈ നല്ല ഉസ്താദുമാരുണ്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ അടുത്തൊക്കെ നമ്മൾ പോകുമ്പോൾ, നമ്മളൊരു ഹോട്ടലിൽ പോകുമ്പോൾ പ്രൊഫഷണലി ഒരു SOP സിസ്റ്റം റെസിപ്പി ഒക്കെ വെച്ചിട്ട് 20 കിലോ ചിക്കൻ, 150 ഗ്രാം മിന്റ്, അല്ലെങ്കിൽ പിന്നെ 70 ഗ്രാം കശുവണ്ടി അരക്കണം, ഇത്ര ഓണിയൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് റെസിപ്പി ഉണ്ട്. പക്ഷെ നല്ല ഈ കല്യാണ ഉസ്താദുമാർക്ക് ഈ കണക്കൊന്നുമില്ല. അവർക്ക് ഇതിന്റെ ഒരു, അപ്പൊ അവരിങ്ങനെ, പക്ഷെ ബാക്കിയുള്ളതിനൊക്കെ ആ കണക്ക് വേണം. ഇവർക്ക് പറയുന്നത് ബിരിയാണിയിൽ അങ്ങനെ ലുബ്ധം ചെയ്യരുന്ന് പറയും. ലുബ്ധം പിശക്കൊന്നും കാണിക്കണം, അങ്ങോട്ട് ഇടുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് ആ ഫൈനൽ പ്രൊഡക്റ്റിലുണ്ടാവും. മണവും ആ ബിരിയാണി വെക്കുന്ന ചെമ്പ് പൊട്ടി, ഞാൻ പറഞ്ഞില്ലേ, പേര് കേട്ടാൽ ഇന്ന് ബിരിയാണിയാണ്, അല്ല ഇന്ന് നിങ്ങളൊരു കല്യാണത്തിന് വിളിച്ചു, അപ്പൊ അത് ഏത് റീജിയനും ആയിക്കോട്ടെ, ഏത് റിലീജിയസ് ആയിക്കോട്ടെ, പക്ഷെ അത് സദ്യ ഉണ്ട്, അല്ലെ ഒരു ക്രിസ്ത്യൻ വെഡിങ് ആണ്, ഭയങ്കര ബീഫും ചിക്കനും മട്ടനും ഒക്കെ കിട്ടുന്ന ഒരു ഡിഷാണ്. പക്ഷെ ഇവിടെ വേറൊരു അടുത്ത് വേണം, ഉച്ചക്ക് എന്താ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അപ്പം തന്നെ ഒരു ആന്തരിക ദേ ആർ ഓൾറെഡി, നമ്മുടെ ബോഡി അത് പ്രിപ്പയർ ആവുകയാണ്. ഇത് ഇങ്ങോട്ട് കഴിക്കുക, ആ ഒരു മെറ്റബോളിസം അല്ലെങ്കിൽ ആ ഒരു അത് ഉച്ചയ്ക്ക് ഒരു 1 മണിയൊക്കെ ആണെങ്കിൽ, 12 മണി മുതൽ 1:30 കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വലിയ ചെമ്പ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെക്കുന്ന ഒരു 7-8 ചെമ്പുകൾ ഇങ്ങനെ ഒരുമിച്ച് പൊട്ടുമ്പോൾ ആവിയിലുള്ള ഞാനിതൊക്കെ ഇവിടെ രജനി പരമേശ്വരൻ വാവ് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഒരു ബിരിയാണി കഴിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. സത്യം പറഞ്ഞാൽ ഷെഫിന്റെ ഈ 14-ാം തീയതി വരെ ഷെഫ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, 14 days. അപ്പൊ ആ ഒരു സമയത്തും ഷെഫ് ഇതിനകത്ത് ഈ ഒരു ബിരിയാണി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബിരിയാണി ഒരു അൺലിമിറ്റഡ് ബിരിയാണി കഴിക്കാനുള്ള ഒരു അവസരമാണ് ഗൈസ്. അതിന്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് ആണ് നമ്മൾക്ക് കിട്ടിയത്, അല്ലെ? മട്ടൻ ബിരിയാണി ബ്രോ ശരിക്കും എൻജോയ് ചെയ്തില്ലേ? ഇന്നലെയും കൂടി പറഞ്ഞു, മട്ടൺ ബിരിയാണി അസാധ്യമായിരുന്നു ശരിക്കും. ഷെഫ് അത് മട്ടൺ സ്ലോ കുക്ക് ചെയ്തിട്ടാണ്. അതാണ് മട്ടന്റെ കളറിനുള്ള ഡിഫറൻസ്. നമ്മൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, മൈൽഡ് കളർ ആയിരിക്കും ഉണ്ടാവുക. ഇത് നല്ലൊരു ബ്രൗണിഷ് കളറിൽ വന്നിട്ടുണ്ട്. ബൾക്കായിട്ട് നമ്മൾ എപ്പോഴും അതിപ്പോ വീട്ടില് ചെറിയ പോർഷൻ ഉണ്ടാക്കുന്നതും വലിയ പോർഷൻ ഒരുമിച്ചിട്ട് സ്ലോ കുക്ക് ചെയ്യുന്നതുമായിട്ട് ഭയങ്കര വ്യത്യാസമാണ്. നിങ്ങളൊരു വീട്ടില് കുക്കറിലെ സാമ്പാർ പോലാണോ കല്യാണ സദ്യയില് വലിയ വാർപ്പിനകത്ത് ഒരു 25 കിലോ പരിപ്പിന് വെന്ത വെള്ളത്തിനകത്ത് ഒരുപാട് കഷ്ണങ്ങൾ ഒരുമിച്ചുണ്ടാവുന്ന സാമ്പാറിന് വേറെ രുചിയാണ്. അതുപോലെയാണ് ഒരു വലിയ ചെമ്പിനകത്ത് ഇത്രയും ചിക്കനും മീറ്റും റൈസും എല്ലാം കൂടെ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്ലേവർ. അപ്പൊ അതൊരിക്കലും ചില സമയത്ത് ക്വാണ്ടിറ്റി മാറ്റേഴ്സ് ആണ്, സൈസ് മാറ്റർ എന്ന് പറഞ്ഞ പോലെ. ചിലത് വളരെ നല്ല ടേസ്റ്റ് ആയിട്ട്, ഇപ്പൊ വീട്ടിലൊരു 1 കിലോ മത്തി വാങ്ങിച്ചിട്ട് ഒരു ചട്ടിക്കലത്തിൽ ഉണ്ടാക്കുന്ന മീൻകറി ഗംഭീരമായിരിക്കും. അതൊരു 150 കിലോ മത്തി വാങ്ങിച്ച് വലിയ കലത്തിനകത്ത് ചരുവത്തിനകത്തിട്ട് ഉണ്ടാക്കുന്നത് അത് വേറെ രീതിയാണ്. അപ്പൊ രണ്ടിനും ഉണ്ട് 2 രീതിയിൽ. ചെറിയ കുഞ്ഞി പോർഷനായിട്ട് ഉണ്ടാക്കുന്നതിന് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ടേസ്റ്റ് വരുന്നതും വലിയത് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് വരുന്നത്. അത് അങ്ങനെയാണ് നോക്കുമ്പോൾ ബിരിയാണിയൊക്കെ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിന്റെ ബെസ്റ്റ് വരിക. 4 പേർക്ക് വേണ്ടിയിട്ട് കുക്കറിൽ റൈസ് അടിച്ച് ദമ്മടിപ്പിച്ച് പെട്ടെന്ന് ടക്കെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഉടായ്പ ബിരിയാണിയാണ്. ഈസി ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാച്ചിലേഴ്സിനൊക്കെ കുക്കർ ബിരിയാണി അതൊരു പുതിയ ട്രെൻഡ് ആയിട്ടുണ്ടായിരുന്നു. കുക്കർ ബിരിയാണി മസാല അതിനകത്ത് തന്നെ ഉണ്ടാക്കുന്നു, റൈസും അതിലേക്ക് തന്നെ ഇടുന്നു, എന്നിട്ട് ദമ്മ വെക്കുന്നത്. പക്ഷെ അതൊരു വേറെ എല്ലാത്തിനും എൻഡ് ഓഫ് ദി ഡേ നമ്മള് ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഏറ്റവും വലിയ നമ്മുടെ ഒരു മൂഡ് എന്ന് പറഞ്ഞാൽ ഒരു മൂഡ് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആണ്. നല്ല സന്തോഷമായിട്ട് കഴിക്കുന്ന മോശം ഒരു ഭക്ഷണവും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അത് മാനസികമായിട്ട് നമ്മൾ എപ്പോഴും ആഹാരം കഴിക്കുമ്പം ഒരു പ്ലസന്റ് മൂഡിൽ കൊണ്ടുവരും. അപ്പൊ ഇതിന്റെ നാളൊരു ഉദാഹരണത്തിന് ഇപ്പൊ ഒരു റെസ്റ്റോറന്റിൽ ഒരേ ഡിഷ് ചില ആൾക്കാർക്ക് അത് വ്യത്യാസമായിട്ട് തോന്നും. അതിപ്പം ഹാപ്പി ആയിട്ട് വന്നൊരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഇരുന്ന് കഴിക്കുന്നത് എൻജോയ് ചെയ്തേ, അതേപോലെ അന്ന് 100 കൂട്ടം പ്രശ്നവും ഒരു EMI അടയ്ക്കാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അയാൾ വന്ന് കഴിക്കുമ്പോ ഒരു അതൊക്കെ സെയിം ഡിഷിന് കംപ്ലൈന്റ് വരും. അപ്പൊ ഒരേ എനിക്ക് തന്നെയുള്ള അനുഭവമാണ്. അപ്പൊ ഒരു റെസ്റ്റോറന്റിൽ ഒരുമിച്ച് ഒരു ബാച്ചിലുണ്ടാക്കിയ ഒരേ ഫുഡ് ചിലർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്, ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ചിലർക്ക്. അപ്പൊ അതങ്ങനെ രീതിയാണ്. എനിക്ക് പെട്ടെന്നൊന്നും ഭക്ഷണത്തെ കുറ്റം പറയാൻ പറ്റൂല. പറയരുത് കേട്ടോ. ഞാൻ അതിനെ എപ്പോഴും
എപ്പോഴും അതിന്റെ പോസിറ്റീവ് സൈഡ് നോക്കിയിട്ട് കുഴപ്പമില്ല, ഇതിങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലതാണ് അങ്ങനെ. പക്ഷെ ഞാൻ ക്രിട്ടിക്കലായിട്ട് ഇങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ട് ഓഫ് അച്ഛനെ അല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയുന്ന എക്സാക്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് ഞാൻ പറയും അത്ര മോശമൊന്നും അല്ലല്ലോ, ഓക്കെ ആണല്ലോ. ഒരിക്കലും അതൊരു നല്ല നമ്മളിപ്പോ ഈ മുഖസ്താവിലെല്ലാം പറയരുത് എന്ന് പറയുന്ന അതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും ഇതിന്റെ ഒരു എത്തിക്സ് എന്ന് പറയുന്നത് ഭക്ഷണം ആരും മോശമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കില്ല. ഓക്കെ, പ്രത്യേകിച്ച് പണം വാങ്ങിയിട്ട് ഒരു റെസ്റ്റോറന്റില് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി വരുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കല്യാണത്തിന് വെച്ചാൽ അവർ ഫ്രീ ആയിട്ട് അല്ല അമ്പലത്തിൽ പോയ പ്രസാദം അതൊക്കെ വേറെയാണ്. എന്നാലും പണം കൊടുത്ത് അതിന്റെ ഒരു ബാക്കില് അവർക്കറിയാം, ഉണ്ടാക്കുന്നവർക്കറിയാം ഒരു കസ്റ്റമർ വന്നിട്ട് their ടൈം their മണി അവരെല്ലാം കൊടുത്തിട്ട് വരുമ്പോ അറിഞ്ഞുകൊണ്ട് മോശമായിട്ട് ചെയ്യില്ല. there are some reasons, പല റീസണാണ്. അപ്പൊ അത് രുചിയുടെ വ്യത്യാസം, ക്വാളിറ്റി, ഇതൊക്കെ ഡിഫറൻസ്, അത് പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് അതൊക്കെ വേറെ രീതിയിൽ നമുക്ക് മെറിറ്റിലാണ്. പക്ഷെ ആരും അറിഞ്ഞുകൊണ്ട് ഒരാള് ചെയ്യില്ല. അപ്പൊ അത് എന്തോ ഒരു റീസൺ അന്നത്തെ ആ ഒരു മൂഡാണോ അല്ലെ അന്നത്തെ ആ ഷെഫിന്റെ മൂഡാണോ അന്നത്തെ ആ ദിവസത്തെ ചില ഇൻഗ്രീഡിയന്റ് മോശമായതുകൊണ്ട് ഒക്കെ പലതും സംഭവിക്കാം. അപ്പൊ ആഹാരത്തിന് എപ്പോഴും നമുക്ക് ഈ നിത്യവും കഴിക്കുന്ന ഒരു സാധനമായത് അതിനെ റെസ്പെക്ട് ചെയ്യാന്ന് പറയും. അത് ഡയറക്റ്റ് ഉണ്ടാക്കുന്നവരെ വിളിച്ചിട്ട് മുഖത്ത് നോക്കി അപ്പം ആ സ്പോട്ടിൽ പറയാം. ചിലരൊക്കെ ആ സ്പോട്ടിൽ വിളിച്ചു പറയും. അതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ചില ആൾക്കാര് അവര് സത്യസന്ധമായിട്ട് പറയുന്നതാണ്. പറയുന്ന രീതിക്കും ഒരു ഇതുണ്ടല്ലോ, നമ്മൾ പറയുന്ന രീതി വളരെ നല്ല രീതിയിൽ ഈ നല്ല രീതിയിൽ നമുക്ക് വിമർശിക്കാൻ പറ്റും, അങ്ങനെ നല്ല രീതിയിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാം, ഫുഡ് ക്രിട്ടിക്സ് പറയാം. പക്ഷെ ചിലര് ഇന്നത്തെ വേറും തല്ലിപ്പൊളി ഫുഡാന്നൊക്കെ പോയി ചിലപ്പോ ഈ ചിലവരൊക്കെ സ്ട്രെസ് അടിച്ചിട്ടൊക്കെ ആവും. കാരണം ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഇപ്പൊ ഒരു സിനിമയിൽ അല്ല ഒരു പെർഫോമൻസ് ചെയ്ത് മോശമെന്ന് പറയുന്നതിനെക്കാട്ടി വലുതാണ് ഈ ഫുഡ് എന്ന് പറഞ്ഞ രുചി എന്ന് പറഞ്ഞില്ലേ. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഭാര്യ എടുത്ത് പറയുകയോ അല്ലെങ്കിൽ വേറെ അല്ല ഒരു ഭർത്താവ് ഭാര്യയോടൊന്ന് പറഞ്ഞു നോക്കട്ടെ, വളരെ എന്തുമാത്രം എഫർട്ട് ഇട്ടിട്ടാണ് അവരുണ്ടാക്കിയല്ലേ. പിന്നെ അല്ലാണ്ട് നമ്മളുടെ സമയം എല്ലാം കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇത് കഴിക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതൊരു ഹ്യൂമനിൽ എപ്പോഴും ഉണ്ടാക്കുമ്പോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പല രീതിയിലുള്ള ഭക്ഷണത്തിൽ ചിലപ്പോ ഉപ്പ്, എരിവ്, പുളി, മധുരം ഇത് അല്ലെ ഒന്ന് കരിഞ്ഞു പോകും. മേ ബി ഒരു മനുഷ്യരാണ്, ഒരു മുടി വീഴും. അതൊക്കെ കണ്ടിട്ട് പണ്ടുള്ളവരൊക്കെ എടുത്ത് ഭക്ഷണം എറിയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമുക്ക് ചില കാര്യങ്ങളിൽ ഇങ്ങനൊക്കെ ഒരു സാധനങ്ങൾ നമുക്കറിയാം ഇതൊന്നും ശരിയല്ല. ഓക്കെ, ബട്ട് സ്റ്റിൽ മെഷീൻ അല്ല ഉണ്ടാക്കുന്നത്. ഇപ്പൊ അറിയാം, ഇപ്പൊ ഇനി AI-യുടെ ഒരു പുതിയ ടെക്നോളജി ഞങ്ങളിപ്പോ നോക്കുകയാണ്. ഇപ്പൊ ഇനി വരാൻ പോകുന്ന നമ്മുടെ ഇനി മേ ബി ഒരു 10-15 years ഒക്കെ ഉള്ളിൽ തന്നെ വരും. എല്ലാ റോബോട്ട് കുക്ക് ചെയ്യുന്ന രീതിയിലുള്ള റെസിപ്പി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ചൈനീസ് ഫുഡിലാണ്. നമ്മൾ കേരള ഫുഡിലൊക്കെ എത്തണമെങ്കിൽ വലിയ പാടാ, കുറെ പണിയുണ്ട്. ഇപ്പൊ ചൈനീസ് ഫുഡ് നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഒരു എല്ലാം മിസ്സംബിള വന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് കുക്കിംഗ് ആണ്. ഒരു നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് അറിയാം റെസ്റ്റോറന്റിൽ. അപ്പൊ നൂഡിൽ ബോയിൽ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ടാവും. അതിന്റെ ക്യാരറ്റ് അല്ലെങ്കിൽ ക്യാബേജ്, ബീൻസ് നീളത്തിൽ അരിഞ്ഞു വെക്കും. ഓണിയൻ വേറെ ഉണ്ടാവും, ചില്ലി വേറെ, ഇവിടെ സോയാ സോസ് ഉണ്ടാവും, ഇവിടെ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടാവും, ഇവിടെ നല്ല ഹോട്ട് പാൻ. ഓർഡർ വരുന്നു, എണ്ണ ഒഴിക്കുന്നു, അതിനകത്ത് മുട്ട ചിക്കുന്നു, ആ വെജിറ്റബിൾ ഇടുന്നു, ബോയിൽ ചെയ്ത നൂഡിൽസ് ഇടുന്നു, സോൾട്ട്, പെപ്പർ, ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് ഒരു ഹൈ ഫ്ലെയിമില് നല്ലപോലെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ അടി അടിച്ച നൂഡിൽ റെഡിയാണ്. ഇതൊരു റോബോട്ടിന് മനുഷ്യരെക്കാട്ടി നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും, എല്ലാം റെഡിയാണെങ്കിൽ. നേരെ മറിച്ച് ഒരു സാമ്പാർ പല പ്രോസസ്സാണ്. എപ്പോ ഉലുവ ഇടണം, എപ്പോ ചേർക്കണം, അത് തിളച്ചാണോ ഇടുന്നതൊക്കെ അത് സെൻസ്, ടെമ്പറേച്ചർ പല രീതിയിൽ സെൻസ് ചെയ്തിട്ട് ഒരു മനുഷ്യന്റെ കണക്കാക്കിയെടുക്കാൻ കുറെ സമയം വരും. അപ്പൊ അതുപോലെ ഇപ്പൊ ഈ ഇനിയൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഹ്യൂമൻസ് മെഷീൻ ഉണ്ടാക്കുന്ന ഫുഡ്. ഇപ്പൊ ഒരു 100,000 പേര് ഒരു വലിയ വേൾഡ് കപ്പ്, വലിയൊരു ഇവന്റ് വരുവാണ്. അത് മനുഷ്യരെക്കാട്ടി നല്ലത് ഈ മെഷീൻസ് നല്ല രീതിയിൽ ഉണ്ടാക്കി ഹൈജീനിക് ആയിട്ട് തരും. 100,000 പേരുടെ ഫുഡൊക്കെ ഹ്യൂമൻ ആക്ട് ചെയ്യുമ്പോൾ ഹൈജീൻ ഇഷ്യൂസും പലതും വരാം, ഇല്ലേ? ഇത്രയും വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അപ്പൊ അതുപോലെ പക്ഷെ മനുഷ്യരായിട്ട് കഴിയുമ്പോൾ ഇതൊക്കെ കോമൺ ആണ്. ഈ പറഞ്ഞ ഒരു അറിയാണ്ട് ഒരു മുടി വീഴുന്ന അത് മാറ്റി വെച്ചിട്ട് ഇപ്പൊ ചിലതൊക്കെ വെച്ചാൽ എനിക്ക് പറയാനുള്ളതാണ്. നിങ്ങളൊക്കെ പലരും പല വീടുകളിലൊക്കെ ഗസ്റ്റ് ആയിട്ട് പോകുന്നവരുണ്ടാവും, പ്രത്യേകിച്ച് ഈ പ്രവാസികളൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ സൗഹൃദങ്ങളെ വെച്ചാൽ. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ഇത് വന്നാൽ എന്തായിരിക്കും ചെയ്യുക? ചിലര് ഇൻ ഫ്രണ്ട് ഓഫ് ടേബിൾ പറയൂ ഇതിനകത്ത് മുടി കണ്ടെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഇത് മുടി, ഇപ്പൊ ഒരു മുടി കണ്ടാൽ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കുകയാണ്, അപ്പൊ ആ ഒരു സ്പോട്ടിൽ ഇത് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ഇതിന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ
നിങ്ങൾക്ക് ചിലർക്ക് കഴിക്കാൻ പറ്റില്ല, അത് അലർജി, ചിലർക്ക് അത് അതിനുശേഷമേ അറ്റ്ലീസ്റ്റ് അത് മാറ്റി വെച്ചിട്ട് എന്റെ വയർ ഫുള്ളായി, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഒരു ഇതായി, അല്ലെ ഒരു അലർജി ആണ്, അല്ല എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ കഴിക്കാണ്ടിരിക്കും, ആരുടെ പറയാണ്ട്, അല്ലെങ്കിൽ കണ്ട് അതെടുത്ത് മാറ്റി വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന വീട്ടിൽ ഉണ്ടായാലും അത് കഴിക്കുന്നവരുണ്ട്. അത് ആ ഒരു അവരുടെ ഒരു ഹാപ്പിനെസ്സിനെ തകർക്കാതിരിക്കാൻ വേണ്ടി മേ ബി യു ക്യാൻ കണ്ടിന്യൂ. അത് നമ്മുടെ സ്വയം ഇഷ്ടമാണ്. ബട്ട് റിവീലിംഗ് ദാറ്റ്, അങ്ങനെ ഒരു കാര്യം ഒരു ഗസ്റ്റ് ആയിട്ട് പോയി അതിഥികളുടെ മുമ്പിൽ വെച്ച് പറയുന്നവരുണ്ട്. സോ അതൊക്കെ ഒരു ടേബിൾ മാനേജറിന്റെ കൂടുതലുള്ളതാണ്. ചില കാര്യങ്ങളൊന്നും അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക. അറിയാം അയാളെ പറഞ്ഞാൽ തെറ്റില്ല, ഓക്കെ, ഒരു ഗസ്റ്റ് എന്ന നിലയിൽ വരുമ്പോ അയാളെ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ എന്നാലും ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് കല്ല് വരുന്നു, ചിലപ്പോ ചോറിനകത്ത്, ഇതൊക്കെ ഒരു കുക്ക് ചെയ്യുന്ന ഈ പ്രത്യേകിച്ച് പരിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും ഇതൊക്കെ വരാം. അതൊന്നൊരു ഗസ്റ്റിന് കൊടുക്കും, ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ലോ അവര് ചെയ്യാം. ചിലര് അത് അപ്പൊ ഇത് റിവീൽ ചെയ്യും ചിലർ. അപ്പൊ ആ ഒരു എംപ്രാസിംഗ് മൊമെന്റ്, സോ അതൊക്കെ നമ്മൾ എപ്പോഴും ഒരു ഗസ്റ്റ് ആയിട്ട് പോകുമ്പോ ഉള്ള കുറെ മര്യാദകളുണ്ട്. നമ്മളിപ്പോ ഒരു വീട്ടിൽ ഹോസ്റ്റ് ആയിട്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നതും ഹോസ്റ്റും ഗസ്റ്റിന്റെ ഒക്കെ അതൊക്കെ യൂറോപ്പിലൊക്കെയാണ്. ഇപ്പൊ 4 പേരെ, ഏറ്റവും മലയാളികളെ ഒരു ചെറിയ എല്ലാരും വിമർശിക്കുന്ന കുറെ കാര്യങ്ങളാണ്. ഇപ്പൊ യൂറോപ്പിൽ നിങ്ങളെ ഒരു ഗസ്റ്റ് ആയിട്ട് വിളിച്ചു, സോ അവര് 4 പേരാണ്, നിങ്ങളൊരു 4 പേരുടെ ഒരു ഫാമിലി വിളിച്ചാൽ അവരാ 4 പേർക്ക് വേണ്ട കൃത്യം പോർഷനുള്ള, ഇവിടുത്തെ കണക്ക് അവിയലും ചിക്കൻ കറിയും ഒന്നും. അപ്പൊ ഒരു ബീഫ് ആണെങ്കിൽ ബീഫിന്റെ സ്റ്റേക്ക് ആയിരിക്കും. അപ്പൊ 4 പീസ് കൃത്യമായിട്ട് മോർ ദാൻ ഫുഡിനെക്കാട്ടുള്ള ഉപരി അവർ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേറ്റ് സെറ്റ് ചെയ്ത് കൊണ്ട് നല്ല, അന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി ഏറ്റവും നല്ല ഫ്ലേവർ ഒക്കെ വാങ്ങിച്ച് സെന്ററിൽ വെച്ചിട്ട് അവർ കൂടുതൽ ആംബിയൻസിനും ആ ടൈമും എക്സ്പീരിയൻസും ഇതെല്ലാം പ്രിപ്പയർ. നിങ്ങളപ്പോ പറയാണ് 7 മണിക്ക് ഡിന്നർ 6:30 വിളിച്ചിട്ട് പറയാണ്, ആ ചേട്ടാ എന്റെ കൂടെ 2 പേരുടെ ഉണ്ടേ എന്ന് മലയാളികൾ പറയും. അപ്പൊ മലയാളി എന്ന് പറയും, സോറി കൊണ്ടുവരുന്നു. പക്ഷെ അവിടെ അത് പറഞ്ഞാലും അവർ പറയും, സോറി ഞാൻ 4 പേർക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ, ഐ കാൺ. അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഫുഡല്ല. സോ അപ്പൊ അത് നമ്മുടെ കൂടെ ഇപ്പൊ ഒരു ഗസ്റ്റിനെ വിളിക്കുമ്പോ ഇതൊക്കെ പലയിടത്തും ഞാൻ പോകുമ്പോൾ കേൾക്കാറുള്ളത്. നമ്മൾ ഒന്നുകിൽ ഒരു ഗസ്റ്റ് ആയിട്ട് പോകുമ്പോ ഗസ്റ്റിന്റെ മര്യാദകൾ നമ്മൾ പാലിക്കപ്പെടണം. ഇപ്പൊ ഒരു വേറെ ഏറ്റവും വലിയ രസം, ഈ റെസ്റ്റോറന്റിലൊക്കെ പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ നിങ്ങൾ ഇപ്പൊ ഞാൻ ഒരു ട്രീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ 8 പേരെ വിളിക്കാം. അപ്പൊ എനിക്കറിയാം ഞാനാണ് ബില്ല് പേ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങൾ ഏറ്റവും അപ്പൊ ചില ആൾക്കാർ ഇഷ്ടപ്പെട്ട, അപ്പൊ അതിന് പറയുന്ന ഏറ്റവും നല്ലൊരു എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മെനുവിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഇപ്പൊ ഇൻഡിവിജ്വലി അയാൾ പറയാണ്, അല്ല അയാൾ തന്നെ ഓർഡർ ചെയ്യണേ, ഓക്കെ നിങ്ങളുടെ ചേട്ടാ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ മര്യാദ. ചിലര് ലോബ്സ്റ്റർ ഏറ്റവും എക്സ്പെൻസീവ് ലോബ്സ്റ്റർ പോരട്ടെ, അത് അയാളപ്പോ പറയും ഓക്കെ. പക്ഷെ ഒരു മര്യാദയ്ക്ക് പറയുന്നത് നമുക്കാണ് ചോയ്സ് തരുന്നെങ്കിൽ അതൊരു നമ്മൾ ആ ഒരു മര്യാദയിൽ ഓർഡർ ചെയ്യാന്നുള്ളതല്ലേ. നിങ്ങൾ ഓർഡർ ചെയ്ത് നമ്മളൊക്കെ ഷെയർ ചെയ്യാം. ഇതൊക്കെ ഡിഫറെന്റ് സിനാരിയോസ് ആണ്. അപ്പൊ ഒരു ഗസ്റ്റ് ആയിട്ട് ഇരിക്കുന്നവർക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ഹോസ്റ്റുകളെ നമ്മൾ ഒരിക്കലും, അല്ലെങ്കിൽ നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്നവരെ ധർമ്മസങ്കടത്തിലാക്കുന്ന ഒന്നും ചെയ്യരുത്. പിന്നെ ഇതുപോലെ ഈ ഏറ്റവും വലിയൊരു ചിലർ ഈ കംപ്ലൈന്റ് പറയുന്നതല്ല, ഒരിക്കലും ഗസ്റ്റ് ആയിട്ട് പോയിട്ട് കംപ്ലൈന്റ് പറയരുത്. അതൊരു കമ്പൽസറി ആയിട്ട് പാലിക്കണം. ഇപ്പൊ ഒരു ഹോസ്റ്റ് നിങ്ങളൊരു ഡിന്നറിന് ഒരു റെസ്റ്റോറന്റിൽ വിളിച്ചു, അവിടെ ഇത് സംഭവിക്കാം, മോശം ഫുഡ്. പക്ഷെ ആ ഹോസ്റ്റ് ചെയ്താക്ക് വേണമെങ്കിൽ പോയി പിന്നീട് പറയാം. ഒരു ഗസ്റ്റ് ആയിട്ട് ഇരുന്നിട്ട് എല്ലാവരുടെയും ഇന്നത്തെ ഈ ഡിഷ് ശരിയായില്ലെന്ന് പറഞ്ഞാൽ ആ ഹോസ്റ്റിനാണ് ഏറ്റവും വലിയ വിഷമം. ഞാൻ വിളിച്ചിട്ട് അങ്ങനെയുള്ള കുറെ അവസ്ഥകളുണ്ട്. ചില ഗസ്റ്റ് ഒക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയും, ഷെഫേ ഇങ്ങനെ ഞങ്ങളൊരു ഒത്തിരി പേര് നമ്മുടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഒരുപാട് ട്രീറ്റ് അല്ലേ കൂടുതൽ. അപ്പൊ ഏതെങ്കിലും രീതിയിലൊക്കെ മിസ്റ്റേക്ക് ഒക്കെ വന്നാലും അപ്പൊ എനിക്ക് ഭയങ്കര ഇംപ്രസ് ആയി പോയി, ഗസ്റ്റ് ഫുഡും എന്തോ ആയി അല്ലെങ്കിൽ ഡിലേ ആയി, സർവീസ് ആയി, അത് മറ്റവരാണ് പറയുന്നത്. അപ്പൊ അയാൾക്ക് മോശമാണ്. അപ്പൊ അതങ്ങനെയൊക്കെയുള്ള കുറച്ച് നമ്മൾ സബ്ജക്ട് മാറിപ്പോയി. ഇതൊക്കെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട നല്ല എറ്റിക്കറ്റ് ആണ്. ഈ എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണെങ്കിലും വെജിറ്റേറിയൻ ഇല്ലെങ്കിൽ എഗറ്റേറിയൻ നിർവ്വാണ പ്രാപിക്കാനുള്ള എന്തെങ്കിലും ഡിഷസ് പറയുമോ എന്ന് പറയാണ്. അത് ശരിയാണ്, വെജിറ്റേറിയൻസും പിന്നെ എഗറ്റേറിയൻസും ഉണ്ട്. ഒരുപാട് ഡിഷുകൾ ഉണ്ടല്ലേ. വെജിറ്റേറിയന്റെ നിർവ്വാണം ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ് പനീർ. അതല്ലെങ്കിൽ നീളമുള്ള വഴുതനങ്ങയില്ലേ, നമ്മുടെ ഓബർജിൻ, സ്പാനിഷ് ഓബർജിൻ എന്ന് പറയും, വലിയ അതിങ്ങനെ നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് നമ്മുടെ മീനിന്റെ മസാല പോലെ ഇട്ടിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് നിർവ്വാണം ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ് ആണ്. അത് ഗ്രില്ല് ചെയ്യണം, അല്ല വെറുതെ ഇട്ട് വേവിക്കരുത്. അതായത് ഒരു വലിയ വഴുതനങ്ങ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു തവയിലിട്ട് ഗ്രില്ല് ചെയ്ത് വേണമെങ്കിൽ അതിന്റെ കൂടെ 2 ഒക്രയും കൂടി ഇടാം. ഒക്ര എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക നീളത്തിൽ കീറിയിട്ട് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക വഴുതനങ്ങ നിർവ്വാണ. കാരണം ചില ആൾക്കാർക്ക് ഡയറി പ്രോഡക്ട്സിനോട് അലർജി ഒക്കെ ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ പനീർ യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ എനിക്ക് തോന്നുന്നു അല്ലേ വഴുതനങ്ങയും വെണ്ടയൊക്കെ
യൂസ് ചെയ്ത് ചെയ്യാൻ ഒപ്പം തന്നെ മറ്റൊരു ശ്രീജ സനീഷാണ് ഈ ഒരു മെസ്സേജ്. കൊച്ചു കുട്ടികൾക്ക് കഴിച്ചു നോക്കാൻ പറ്റിയ മെയിൻ വിഭവം എന്തായിരിക്കും ജഷൻ ബൈ ഷെഫ് പിള്ളയിലുള്ളത്? അവർ കഴിക്കണം. ഞാനത് എനിക്ക് പറയാനുള്ളത് മാത്രമാണ്, ഞാൻ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് കണ്ടതാണ്. നിർവാണ വെച്ച് ഹരിശ്രീ കഴിച്ച ഒരുപാട് പിള്ളേരെ എനിക്കറിയാം. കാരണം അതിന്റെ ഒരു സ്പൈസ് ലെവൽ ആർക്കും പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ അതാണ് ഒരു ഫസ്റ്റ്. വേറെ ഒരുപാട് മീനിന്റെ വിഭവങ്ങളുണ്ട്. അപ്പൊ ഒരു തുടക്കത്തിൽ ആദ്യമായിട്ട് കൊടുക്കാൻ പറ്റിയ ഡിഷ് കാരണം അത് ഇറ്റ്സ് നോട്ട് ടു സ്പൈസി. അത് ഫസ്റ്റ് ടേസ്റ്റിൽ തന്നെ അവർക്ക് ആ കുറെ രുചിമുകളങ്ങൾ വരും. ഈ പിള്ളേരുടെയൊക്കെ വീഡിയോസ് ഒക്കെ എനിക്ക് അവരുടെ അമ്മമാർ ഇങ്ങനെ നക്കി കഴിക്കാൻ. ഇത് ഖത്തർ ഷെഫിളിന്റെ ഖത്തർ റെസ്റ്റോറന്റിൽ പോയിട്ടുണ്ട് അവര്. അപ്പൊ ഇവിടെ ഞങ്ങൾ ഇവിടെ വരുമ്പോ ഇനി എന്താണ് വേറെ എന്നുള്ളത്. ഒത്തിരി മീൻ കഴിക്കാത്ത ആൾക്കാരുണ്ട് ഇവിടെ. ബഹ്റിനിൽ പോലും ഞാൻ ഇന്നാൾ കണ്ടു. അത് മലയാളിയല്ല, നോർത്ത് ഇന്ത്യ ഫസ്റ്റ് ടൈം. ഇപ്പൊ അവര് നമ്മുടെ റെഗുലർ എവറി വീക്ക് വന്ന് കഴിക്കും. അവരുടെ ഹസ്ബൻഡ് മലയാളിയാണ്, തിരുവനന്തപുരത്ത്. വൈഫ് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരാൾ ബാങ്കിങ് വേറെയാണ്. അപ്പൊ ഞാൻ അന്നാ പരിചയപ്പെട്ട. അപ്പൊ അവരെന്നെ വന്ന് എന്നെ കാണാന്ന് പറഞ്ഞ് വന്നിട്ട് ഈ ലേഡി വന്ന് പറഞ്ഞു, ഷെഫ് ഐ നെവർ ഈറ്റൻ ഫിഷ്. അപ്പൊ എന്നെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞ് തിരിച്ചു. അപ്പൊ എവറി വീക്ക് എനിക്ക് ഇത് ഇല്ലാണ്ട് പറ്റില്ല എന്നായി. അങ്ങനെയുള്ള ഒത്തിരി പേരെ എനിക്കറിയാം. ഒരു ചോദ്യമാണ്, ഷെഫിനോടുള്ള ചോദ്യമാണ്. സുമയ്യ ഷാഫിയാണ് സെൻഡ് ചെയ്തിരിക്കുന്നത്. ഷെഫിന് എപ്പോ മുതലാണ് ഈ കുക്കിങ്ങിൽ ഒരു താല്പര്യം വന്ന് തുടങ്ങിയത്? എനിക്ക് ചെറുപ്പം മുതൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. ചെറുപ്പം മുതൽ നമ്മളിങ്ങനെ അത് ഒരിക്കലും ഒന്ന് ഷെഫ് ആവണമെന്നും പറഞ്ഞല്ലോ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ ഭക്ഷണത്തോടുള്ള ഇഷ്ടം കാരണം നമ്മളിങ്ങനെ കറിയൊക്കെ വേവാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ഒന്ന് ഭയങ്കര വിശപ്പാണ്. ഇവരൊക്കെ അച്ഛനും അമ്മയൊക്കെ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഈ മീനൊക്കെ വാങ്ങിച്ച് ചന്തയിൽ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് വൈകിട്ടുള്ള ആ ഒരു ഡിന്നർ ഭയങ്കര ഒരു എന്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് ഓർക്കുന്നതാണ്. ഈ അമ്മക്ക് നമുക്ക് അവിടെ അവർക്ക് രണ്ടുപേർക്കും ജോലിയാണ്. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ഞങ്ങളുടെ നാട്ടിലൊരു ചന്തയുണ്ട്. അവിടെ ചാള, അയല, ഈ മീനൊക്കെ ഇങ്ങനെ വരും. അപ്പൊ ഒരു 5 മണി 6 മണിക്കൊക്കെയാണ് ജോലി കഴിഞ്ഞ് അവരവിടെ നിന്ന് പോയി 2 കിലോമീറ്റർ ദൂരെയാണ്. അത് വാങ്ങിച്ചു ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ സാധനം നമ്മളിങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇത് കഴിക്കണമല്ലോ, അന്നത്തെ വിശപ്പൊക്കെ ഭയങ്കരമല്ലേ. അപ്പൊ ഇത് മീനായിട്ട് വരും, ചോറൊക്കെ വെന്തിട്ട് ഇങ്ങനെ കറി ഇങ്ങനെ ചട്ടിക്കത് ചൂടാകുമ്പോ പ്ലേറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പിൽ ഞാനും ചേട്ടനോട് ഇങ്ങനെ വേവാനായിട്ട് കാത്തു നിൽക്കില്ല. അപ്പൊ ആ കറിയും കൂട്ടി ചോറുണ്ടെന്ന ഒരു ഭയങ്കര ഒരു ഡിന്നർ നമ്മൾ എത്രയോ മുന്തിയ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ചില യൂറോപ്യൻ കൺട്രിയിലൊക്കെ വിഖ്യാതമായ കുറെ റെസ്റ്റോറന്റ് ഉണ്ട്. ഭയങ്കര എക്സ്പെൻസീവും ഭയങ്കര ഇൻഗ്രീഡിയന്റ് എന്നൊക്കെ പറഞ്ഞാൽ സംഭവങ്ങളാണ്. അപ്പൊ അതൊക്കെ പോയി കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് കാണുന്നതാണ്. പക്ഷെ അതിനൊക്കെ ഉപരി നമുക്ക് ആ ഒരു അമ്മ ഉണ്ടാക്കുന്നില്ല. അന്നത്തെ ആ ടൈമിലെ നമ്മുടെ വിശപ്പ് ഭയങ്കരമാണ്, ഇല്ലായ്മ. അപ്പൊ ആ ഒരു 2-3 കഷ്ണം ചാള, ചാറ്, എന്നിട്ട് ആ ചോറ്. ചിലപ്പോ മീൻ കുറവാണെങ്കിലും ആ ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ ഒരു കഷ്ണം മീൻ മതി. അത് നമ്മളെ ലാസ്റ്റ് എടുത്ത് വെക്കും. അതിങ്ങനെ ഉരുട്ടി കഴിച്ചിട്ട് അതൊക്കെ നമുക്ക് ആ ഓർമ്മകൾ ഇപ്പൊ നമുക്ക് ഇത് കൂടുതൽ കഴിക്കാനുള്ള എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഏതൊരു മലയാളിക്കും ഇന്നൊരു ബിരിയാണി കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. അപ്പം നമ്മുടെ വില്ലിനനുസരിച്ച് എന്തും കഴിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ ഇന്നിപ്പം എന്തും നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്ത് നമുക്കത് വിരൽത്തുമ്പിൽ ഓർഡർ ചെയ്താൽ രാത്രി 1 മണിക്കും 2 മണിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നിങ്ങളുടെ വീട്ടിലെത്തുന്ന ഒരു സാഹചര്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അന്നത്തെ ഈ ലിമിറ്റഡ് ആയിട്ട് കിട്ടിയ കുറെ സാധനങ്ങളുടെ ആ ഓർമ്മയും അതിന്റെ ആ രുചിയും നമുക്ക് എപ്പോഴും ഓർമ്മയായിട്ടിരിക്കും. ഏറ്റവും ഇഷ്ടമുള്ള കറി അതിനെ കുറിച്ച് പറഞ്ഞില്ല. ഇത് തന്നെ സംഭവമാണ്. അടുത്തൊരു മെസ്സേജ് ബിന്നിയാണ്. ബിന്നി പറയുന്നത് ഷെഫിന്റെ ഫേവറേറ്റ് വിൽ ബി കൊഞ്ചും മാങ്ങാക്കറി ആൻഡ് റൈസ് ഓർ കൊഴുവ മാങ്ങാക്കറി ഓർ കൊല്ലം സ്പെഷ്യൽ. അങ്ങനെ നമ്മുടെ നാട്ടില് ചൂടാന്നാ പറയാ. കൊഴുവ ചൂടാന്നാണ് പറയാ. അപ്പൊ ചൂടയും മാങ്ങാക്കറിയും ഭയങ്കരമാണ്. തേങ്ങ അരച്ചൊരു കറിയുണ്ട്, അത് മുള്ളോടുകൂടി ഞാൻ കഴിക്കാം. അപ്പൊ അത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള മുള്ളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള 1-2 മീനുണ്ട്. നന്ദൽ എന്ന് പറഞ്ഞൊരു മീനുണ്ട്. അത് ഇച്ചിരി ഹാർഡ് മുള്ള, എന്നാലും അതിലെ ഫ്രൈ ഒക്കെ ചെയ്ത ചിപ്സ് കഴിക്കുന്ന പോലെ. അപ്പൊ ഈ കൊഴുവയുടെ ഏറ്റവും ബെസ്റ്റ് ആൻജോവീസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ അത് കൊഴുവയുടെ ബെസ്റ്റ് പീര, മാങ്ങിയിട്ടുള്ള പീരയുണ്ട്, നോർമൽ പീരയുണ്ട്. പിന്നെ ഈ മാങ്ങാ കറിയുണ്ട്, മുരിങ്ങയ്ക്ക് ഇട്ടൊരു കറിയുണ്ട്. പിന്നെ എന്റെ ഒരു ഫേവറേറ്റ് ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്ന ഒരു കറിയുണ്ട്. അത് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ലേശം ഉലുവയും കൂടെ ഒന്ന് വറക്കും, ജസ്റ്റ് പൗഡർ. അത് തേങ്ങയില്ലാത്തതാണ്. എന്നിട്ട് ഇതൊരു മിക്സിക്കകത്ത് അല്ലെ കല്ലിനകത്ത് വീണ്ടും ഈ വറുത്ത പൊടിക്കകത്ത് ലേശം പുളിയും കൂടെ ചേർത്ത് അരച്ചെടുക്കും. അപ്പൊ ഒരു വളരെ ഒരു കുഴമ്പ് പോലുള്ള ഒരു അരപ്പ് കിട്ടും. എന്നിട്ട് ഇതിനകത്തോട്ട് കല്ലുപ്പിട്ടിട്ട് വെള്ളം ഇട്ടൊന്ന് കലക്കും. കലക്കിയിട്ട് മുളക് കീറിയിടും, പച്ചമുളകും ഇച്ചി ഇഞ്ചിയും കറിവേപ്പില. എന്നിട്ട് ഈ മീൻ ഈ ആഞ്ചോവി അങ്ങോട്ട് ഇട്ടിട്ട് ഒരു തിളച്ചാൽ മതി.
എന്റെ പൊന്നോ, അതൊന്ന് പറ്റിക്കഴിഞ്ഞാൽ വേറെ രുചിയാണ്. ഷെഫ് ഇതൊക്കെ കൊണ്ടുവരും, റെസ്റ്റോറന്റിൽ ഇതൊക്കെ കൊണ്ടുവരും. അല്ല, ഞങ്ങൾക്ക് പറയാനുള്ള എന്താണെന്നറിയോ, ഇനി ഷെഫ് ഇനി ഇവിടെ ഇന്റർവ്യൂവിന് വരുമ്പോഴേ ഷെഫ് വെറും കൈയോടെ തീർച്ചയായിട്ടും. അപ്പൊ ഇത് ആ ഒരു കറി എന്ന് പറഞ്ഞാൽ അത് ചൂടോടെ കഴിച്ചാൽ ഒരു രുചി, ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് തണുത്ത ഒരു രുചി. അതിന് ഏതെങ്കിലും കാരണവശാൽ ബാക്കി നെക്സ്റ്റ് ഡേ വന്നെന്ന് ആ അരികിൽ ഇത് പറ്റി പിടിച്ചിരിക്കുന്ന ഒരു ഡേ ഉണ്ട്, നെക്സ്റ്റ് ഡേ ഈ കറി. അങ്ങനെ വരാനുള്ള സാധ്യതകൾ കുറവാണ്. ഇനി അങ്ങനെ വന്നാൽ ഈ ചാറ് വറ്റി 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 അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറഞ്ഞിട്ട് ഈ മൺകലത്തിനകത്ത് പറ്റി പിടിച്ചിരിക്കും. അതിനകത്ത് അങ്ങനെയല്ല, അതിനകത്ത് ചോറിട്ട് പെരട്ടുമ്പോ ഒരു എർത്തി ഫ്ലേവർ, ആ മീൻകറിയുടെ രുചിയെക്കാട്ടില് ആ മൺചട്ടിയുടെ ഒരു ഫ്ലേവർ കൂടെ വരും. ആ ഒരു പിടിച്ചോറിന്റെ ഉരുളയുടെ മണം, ആ ഒരു ഓർമ്മയുള്ള മലയാളീസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടാവുന്നു. അത് ആ കറി അതേപോലെ ആയിരുന്നിട്ട് ആ ഒരു ബാക്കി വന്ന ചോറിട്ടിട്ട് പിടിച്ച് വേറെ ഒരു കറിയും ഉണ്ട്, ആ അരപ്പ് മാത്രം മതി. അപ്പൊ ആ മണ്ണിന്റെ മണമുള്ള ഒരു മീൻകറിയുടെ ഒരു ഉരുള സാധ്യം ഇല്ലേ, ഓർമ്മയുണ്ടല്ലോ? അടിപൊളി. ഇത് കണ്ടിട്ട് ഞാൻ ടിക്കറ്റ് എടുത്ത് പോയി അമ്മ എടുത്ത് പോയി കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ ചട്ടി ആർക്കും വിട്ടുകൊടുക്കാറില്ല. സാധാരണ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ചട്ടി പിന്നെ ഡയറക്റ്റ് സിങ്കിലേക്ക് കൊണ്ടുപോയി കഴുകാൻ, അതിനകത്ത് ഒന്നും ക്ലീൻ ആവും. അതെന്താ ചോദിക്കുന്നത്, ഷെഫ് എപ്പോഴെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി ഇതുപോലെ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അത് നമുക്ക് തന്നെ തോന്നുമല്ലോ, ഇത് പോരാ. തീർച്ചയായിട്ടും പുതിയ പുതിയ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പുതിയ ഐഡിയ കണ്ടിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡ് മനസ്സിലാക്കേണ്ട ഒരു സംഭവം. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് ആ ഒരു രീതി വളരെ കുറവായിരിക്കും. അപ്പൊ അത് നമ്മളൊരു നേടിയെടുക്കുന്ന നൈപുണ്യം കൊണ്ട് നമുക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാവൂ ഇത് ഇങ്ങനെയൊക്കെ ആവും. അപ്പൊ അല്ലെങ്കിൽ വളരെ നമുക്ക് പരിചിതമല്ലാത്ത കുറെ സംഭവങ്ങളുണ്ടല്ലോ, പരിചിതമല്ലാത്ത ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ്. ഇപ്പൊ ഒരു യൂറോപ്യൻ ഡേയില് ഉലുവ കൊടുത്തിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് ഉലുവ മൂത്താൽ അതിന്റെ ഒരു മൂപ്പ് മാറിയ കയ്പായിരിക്കും, ചവർപ്പ് കൂടും. അപ്പൊ അതേപോലുള്ള പല ഇൻഗ്രീഡിയൻസ് പല രാജ്യങ്ങളിലുണ്ട്. വളരെ നമ്മളിപ്പോ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഞാനിങ്ങനെ എന്റെ ഇപ്പോഴത്തെ കൗതുകം ഇതൊക്കെ പഠിക്കാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പരിചിതമില്ലാത്ത ഒരു ഇൻഗ്രീഡിയന്റ് അത് ഏത് രീതി ബിഹേവ് ചെയ്യും. ഒരു ഉദാഹരണത്തിന് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കിച്ചണിലെ സ്പൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ജീരകമാണ്. അപ്പൊ ഈ ജീരകത്തിന്റെ രുചി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജീരക വെള്ളത്തിന് ഒരു രുചിയില്ല, അത് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ രുചിയാണ്, വറുത്താൽ ഒരു രുചിയാണ്, വറുത്ത് പൊടിച്ചാൽ വേറെ രുചിയാണ്, എന്നിട്ട് സെമി റോസ്റ്റ് ചെയ്ത ഒരു രുചിയാണ്, എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച ഒരു രുചിയാണ്, നെയ്ക്കകത്തിട്ട് ജീരകം ഈ നോർത്ത് ഇന്ത്യൻസിന്റെ ദാലിന്റെ മെയിൻ സാധനമാണ്. നിങ്ങൾ ആ തടുക്കകത്ത് നെയ്ക്കകത്ത് ജീരകവും മുളകും കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ വെളുത്തുള്ളിയും കൂടി ഇട്ടാൽ വേറെ രുചിയാണ്. അപ്പൊ ഓരോ സമയത്ത് ഓരോ ബിഹേവ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് സ്പൈസ് നമ്മുടെ ജീരകമാണ്. ജീരകത്തിന് എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കും. പക്ഷെ നമ്മുടെ എല്ലാവരും ഏലക്ക, കുരുമുളക്, അല്ലെ പട്ട, ഗ്രാമ്പൂ എന്നൊക്കെ പറയുമെങ്കിലും ദ ബെസ്റ്റ് എന്ന നിലയിൽ ഞാൻ കണ്ടതിൽ എനിക്ക് ജീരകമാണ്. അപ്പൊ ജീരകം ഒരു സമയത്ത് പല രീതി ബിഹേവ് ചെയ്യും. അതുപോലെ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി പരിചിതമല്ലാത്തൊരു ഇൻഗ്രീഡിയൻസ് വന്ന് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴായിരിക്കും അത് കയ്പാണോ ചവർപ്പാണോ അല്ലെങ്കിൽ അത്. അപ്പൊ അതൊക്കെ അത് ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു സാധനം ഉണ്ടാക്കി, ഇപ്പൊ ഒരു ബിരിയാണി ഇപ്പൊ നമുക്ക് ബിരിയാണി കുറെ ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പോ ഒരു ബിരിയാണി ഉണ്ടാക്കി ശരിയായില്ലെങ്കിൽ അത് ഫ്ലോപ്പ് ആണെന്ന് പറയാം. അത് നമുക്ക് പരിചയമുള്ള ഒരു സാധനമാണ്. ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഫ്രഞ്ചിനൊക്കെ വന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോരുതെന്ന്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ആണല്ലോ ബ്രഞ്ച്. ചിലരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വിശന്നൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ കഴിച്ചാൽ അത്ര എൻജോയ് ചെയ്യില്ല. അപ്പൊ ഒരു 11 o'clock വരണം, 11:30 വന്ന് ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചൊന്ന് ബോഡിയൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഒരു 4 മണിയായിട്ടേ പോകാൻ പാടുള്ളൂ. അതാണ് അത്രയും സംഭവങ്ങളാണ് ഈ മെനുവിൽ. അപ്പൊ അതിങ്ങനെ ഒരു 1 off ടൈമിൽ മലയാളികൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു ബൊഫേ കണ്ടാൽ ആദ്യം പോയി മെയിൻ കോഴ്സ് എടുത്ത് കഴിച്ച് തീർത്ത് വയറ് നിറച്ച് പോകരുത്. നിങ്ങൾ ആദ്യം ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ച് മെല്ലെ കുറച്ച് ഒരു സൂപ്പ് സലാഡൊക്കെ ഒരു കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് ഒരു സ്റ്റാർട്ടറൊക്കെ ഒരു മണിയായിട്ടേ കഴിക്കാറുള്ളൂ. സ്റ്റാർട്ടർ ഒരു മെയിൻ കോഴ്സ് ഒരു 2 മണിക്ക് 1 മണിക്കൂടെ കഴിഞ്ഞ് കഴിച്ച് ഒരു 3 മണിയാകുമ്പോൾ ഒരു ഡെസേർട്ടൊക്കെ കഴിച്ച് ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ചു നേരം കഴിച്ച് ഒരു 4 മണിയാകുമ്പോൾ ഡയബറ്റിക്കാർക്കൊക്കെ 6 മീൽസ് ആയിട്ട് കഴിക്കുന്നത്. ഈ ഒരു അറ്റ്ലീസ്റ്റ് 12, 1, 2 ആ ഒരു 3 മണിക്കൂർ കൊണ്ട് നിങ്ങളൊരു കുറെ സ്മോൾ പോർഷൻസ് എടുത്ത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടത് വീണ്ടും വന്ന് കഴിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് കുട്ടികൾക്കൊക്കെ വേറെ ഉണ്ട്. പല ആൾക്കാരും പറയും നമ്മൾ ഈ ബ്രഞ്ചിന് അല്ലെങ്കിൽ ഈ ബുഫേക്കൊക്കെ പോകുമ്പോ നമ്മൾ മുതലാക്കണം. ഈ മുതലാക്കണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട്
ആദ്യം തന്നെ പോയി മെയിൻ കോഴ്സ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മുതലാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല അത് ശരിക്കും അതിന്റെ ഒരു സിസ്റ്റത്തിലും നമ്മൾ എല്ലാത്തിനും ഒരു സിസ്റ്റവും കാര്യങ്ങളും മനസ്സിലാക്കിയല്ല, അതിന്റെ ഒരു സയൻസ് മനസ്സിലാക്കി കഴിച്ചാൽ ശരിക്കും മുതലാക്കി കഴിക്കാന്ന് പറഞ്ഞ് നല്ല ബിരിയാണി ഉണ്ട്, ബിരിയാണി മാത്രം കഴിക്കുന്നതല്ല മുതൽ. അത് നമ്മുടെ ബോഡിയോട് ചെയ്യുന്ന ഒരു ഹാമാണ്. യു ഹാവ് ടു നമുക്ക് ഇങ്ങനെ കുറെ അൺലിമിറ്റഡ് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വലിച്ചു വരി കഴിക്കുന്നതല്ല. ഈ സ്പ്രെഡിനകത്തുള്ള ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യുക. 10-30 ഐറ്റത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ ഒരു 12 ഐറ്റം ആയിരിക്കും. അത് തിരിച്ചറിയാം. അതിപ്പോ ആർക്കും കൊണ്ടൊന്ന് അമ്മമാരൊന്നും അല്ലല്ലോ ഇവിടെ റെസ്റ്റോറന്റ് സ്പൂൺ ഫീഡ് ചെയ്തത് ബെസ്റ്റ്. അപ്പൊ നമ്മളതിങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഓരോ തവണ കഴിക്കുമ്പോഴാണ് അടുത്ത തവണ ഇതായിരിക്കും ബെറ്റർ എന്നുള്ളത്. അപ്പൊ അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെയാണ് ബൊഫേനെ എൻജോയ് ചെയ്യേണ്ടത്. ബൊഫേ ഉള്ള മീൽ ഇപ്പൊ അല്ലെങ്കിൽ ഒരു ടേബിൾ ഡി ഹോട്ട് അല്ലെങ്കിൽ അലാക്കാട്ട് അല്ലെങ്കിൽ ഒരു ഫീസ്റ്റ് മെനു എന്നൊക്കെ പറഞ്ഞ ഓൾറെഡി പ്രീഫിക്സ് മെനു ആണ്. നമ്മൾ ടേബിളിൽ ഇരുന്ന് അവർ 1 by 1 ആയിട്ട് കൊണ്ടുവരും, നമുക്ക് കഴിക്കാം. അപ്പൊ ഇതൊരു ലാവിഷ് ആയിട്ട് ഒരു മെനു പോകുമ്പോൾ അത് എപ്പോഴും ഒരു ആ ചോയ്സ്, നമ്മളും ആ ചോയ്സിലേക്ക് എത്തുക എന്നുള്ളതാണ്. ടേക്ക് യുവർ ടൈം എന്നുള്ളതാണ്. അതോടൊപ്പം കൊല്ലത്ത് കുഴവല്ലി എന്ന് പറഞ്ഞൊരു കുഴാലി കൂഴവാലി എന്ന് പറയും. കുഴാലി വൺ ഓഫ് ദ ആ മീൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എന്റെ സ്റ്റോറി കണ്ടിട്ടായിരിക്കും ഞാൻ വീട്ടിൽ പോയാൽ ആ മീനാണ് കഴിക്കുക. അതൊരു അമേസിംഗ് കൊല്ലത്ത് അഷ്ടമുടി കായലിൽ മാത്രം കിട്ടുന്നൊരു മീനാണ്. അതും ഇവർ പറയുന്നുണ്ട് ഷെഫിന്റെ പേജിൽ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോന്ന് കണ്ട് അതും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നു പറയുവാണ്. വീട്ടിൽ പോയാലോ അതെ, ഒരുപാട് പേരുടെ അടുത്ത് മെസ്സേജ് അയക്കും. ഈ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഒരു മിനിമം ഒരു 7-8 മീനുണ്ടാവും. അപ്പൊ പല ആൾക്കാരും എന്റെ കൂടെ ഫ്രണ്ട്, ഇപ്പൊ നമ്മള് ഷെഫ് പിള്ളയല്ലേ, അതുകൊണ്ട് അവരുടെ മീൻ നമ്മൾ കൊണ്ടായി കഴിക്കാൻ അവർക്ക് ഭയങ്കര അപ്പൊ വീട്ടിൽ വന്ന ജീവനുള്ള മീൻ ഈ കൂഴാലി, കക്ക ഇറച്ചി, മുരിങ്ങ ഇറച്ചി, അതുപോലെ കല്ലുമ്മക്കായ്, മുരിങ്ങ ഇറച്ചി, ഓയിസ്റ്റേഴ്സ്. നമ്മുടെ നാട്ടിൽ മുരിങ്ങ ഇറച്ചി എന്നാണ് പറയാ. മുരു എന്നൊക്കെ പറയും ചിലപ്പോൾ, നമ്മള് മുരിങ്ങ ഇറച്ചി എന്നാണ് പറയാ. അപ്പൊ അതൊക്കെ അത് കൂടാണ്ട് നല്ല ഞണ്ട്, അതും ചിലപ്പോ ഇപ്പൊ ഈ അടുത്ത സമയത്താണ് എനിക്ക് അതിന്റെ ഇത്രയും ക്വാളിറ്റി മനസ്സിലായത്. ഇപ്പൊ ഞാൻ വന്നോണ്ട് ഈ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, അവർ എനിക്ക് ഫീമെയിൽ ക്രാബിനെ കൊണ്ടുവരും. ഫീമെയിൽ ക്രാബിനകത്താണ് ഈ മുട്ട ഇടുന്ന ഒരു സാധനമുണ്ട്, ടൈമിലുണ്ട്. അതിന്റെ കാവിയർ ഒരു മഞ്ഞ കളർ. കളയാറാണ് പതിവ്. കളയല്ലേ, അത് കഴിച്ചാൽ നമുക്ക് വട്ടാവും അത്രേ. അങ്ങനെയൊക്കെ ആരൊക്കെ ഇതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും അങ്ങനെ പറഞ്ഞവരത് കഴിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പെൺഞണ്ടിനെ നമുക്ക് ഞണ്ടിനെ കണ്ട എങ്ങനെ തിരിച്ചറിയാം? അതൊക്കെ ഇപ്പോഴാണ് ഞാൻ പഠിച്ചത്. തിരിച്ചറിയാം. അതങ്ങനെ അത് കാണിച്ചു തന്നാൽ നെക്സ്റ്റ് ടൈം ഞാൻ ഞണ്ടിനെ കൊണ്ടുവന്ന് കാണിച്ചു. കാരണം അതിന്റെ ഷെല്ലിന്റെ കളറ്, അതിന്റെ വേറൊരു രീതി, അതിന്റെ ഒരു ഈ ഷെല്ലിനകത്ത് ഇങ്ങനെ ഒരു ചില അറകളുണ്ടല്ലോ, ഈ അറകളൊക്കെ വെച്ചിട്ട് അളന്ന് കൃത്യമായിട്ട് നോക്കുമ്പോ ഇത് പെൺഞണ്ടാന്ന് അവർക്കറിയാം. ഇപ്പൊ എനിക്ക് കണ്ടറിയാം, നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ക്രാബ് കണ്ടാൽ അതിന്റെ പുറം തോട് കാണുമ്പോ ഈ പെൺഞണ്ടിനും കൃത്യമായ വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഞണ്ടിന്റെ ഒരു ടൈമാണ് ഈ കാവിയർ വരുന്ന സമയം. ആ യെല്ലോ കാവിയർ അതൊന്ന് കുക്കായി കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല, ഒരു വൺ ഓഫ് ഈ ഭൂമിയിൽ അമൂല്യമായ ഒരു ടേസ്റ്റ് ആണ് ഈ ഞണ്ടിന്റെ മുട്ട. അതൊന്നും ഇവരോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ അതെന്തോ ഭയങ്കര സംഭവമാണ്, അതെടുത്ത് കളയണം, ഇല്ലെങ്കിൽ അത് കഴിച്ചാൽ എന്തൊക്കെയോ സംഭവിക്കുന്നൊക്കെ ഞാൻ കേട്ടു. നിങ്ങൾ അതിനെ കുറിച്ച് കാവിയർ ആണ്, ക്രാബ്, അതെല്ലാം എപ്പോഴും കിട്ടില്ല. ഈ സാധനമൊക്കെ കയറ്റി അയക്കുകയാണ്, അപൂർവമായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഞാൻ വന്നാൽ എനിക്കിപ്പോ ഇത്തവണയൊക്കെ വരുമ്പോ അവര് പർപ്പസ് ആയിട്ട് 2-3 പെൺഞണ്ടിനെ തരും. അപ്പൊ ഇപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഫീമെയിൽ ക്രാബ് തന്നെ വേണം. ബെസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. അതുപോലെ ഈ ഫീമെയിൽ മെയിലിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ റെസ്റ്റോറൻറ്റ്സിലെ യൂറോപ്പിലൊക്കെ മെനു ഇല്ലാത്ത ഫീമെയിൽ ഡെക്കിന് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ചില റെസ്റ്റോറന്റ് ഉണ്ട് ഡോവൻ ഫീമെയിൽ ഡെക്ക്. ഓക്കെ, അപ്പൊ അത് പ്രൈസി ആയിരിക്കും. ആ പ്രൈസി അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചിലടത്തെ ഇത് മെയിൽ ഫീമെയിൽ കറക്റ്റായിട്ട് കാണിക്കും. അതുപോലെ ഞണ്ടിനകത്തുണ്ട്, മീനകത്തും ഉണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ലല്ലോ. നിങ്ങൾ എത്ര ആൺചാള കഴിച്ച് എത്ര പെൺചാള കഴിച്ചെന്ന് അറിയാം. ഷെഫിനെ വിടാൻ തോന്നില്ല സത്യം പറഞ്ഞ. ഇനിയും സംസാരിക്കണം. നിങ്ങൾക്ക് വിശന്നിരിക്കും, എന്നെ വിട്ടിട്ട് വേണം നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു 4 o'clock ഒക്കെ കഴിയുമ്പോഴാണ് സാധാരണ കഴിക്കാറ്. അപ്പൊ ഇന്നിപ്പോ ഷെഫ് ശരിക്കും ഞങ്ങളെ വിശപ്പിച്ചു. അതുകൊണ്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ ഓർഡർ ചെയ്യും. ഓക്കെ, നിങ്ങൾ എന്തായാലും നല്ലൊരു ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പൊ എല്ലാ ലൈവ് എഫ്എമ്മിലെ എല്ലാ ശ്രോതാക്കൾക്കും ഒരു ഗംഭീരമായ താങ്ക് യു പറയാണ്. അപ്പൊ വീണ്ടും കാണുന്നത് എന്റെ 3ാം വട്ടമാണെന്ന് തോന്നുന്നു ഈ ഒരു വർഷത്തിൽ തന്നെ. നിങ്ങളൊക്കെ നമ്മുടെ വീട്ടുകാരെ പോലാണ് ഇവിടെ സംസാരിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നില്ല അതൊരു ഇന്റർവ്യൂ ആണെന്ന്. അല്ല, ഞങ്ങൾക്ക് സമയം ഇങ്ങനെ പോകുന്നത് മനസ്സിലാവുന്നില്ല. പിന്നെ ഓർത്ത് അയ്യോ ഷെഫിനെ വിടണമല്ലോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും വലിയ ഒരു ആശംസകൾ പറയാണ്. അപ്പൊ ഈ ഒരു വർഷം മുഴുവൻ ഈ ബഹ്റിനിലെ നമ്മുടെ പ്രിയപ്പെട്ട ഈ ശ്രോതാക്കളുടെ ലൈഫിലെല്ലാം സന്തോഷം നിറഞ്ഞ ഒരു വർഷം ആശംസിക്കുകയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാൻ വരിക, നമുക്ക് എവിടെയെങ്കിലും
എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം. താങ്ക് യു. അത് കൂടാണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ബ്യൂട്ടിഫുൾ പെയർ ഓഫ് എന്താ പറയാ, നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ, നിങ്ങളുടെ ഒരു സെയിം ടൈം. ഞാനിപ്പോ ഇവിടെ ലൈവായിട്ട് നിങ്ങളുടെ ഇത് പറയാണ് ലിസണേഴ്സ് എടുത്ത്, ഇവർ ഈ ഇടയ്ക്ക് പറയുന്ന തഗ് അല്ലെങ്കിൽ ഇതൊക്കെ ഒന്നും പ്ലാൻഡ് അല്ല കേട്ടോ. ഇവരിപ്പോ എന്റെ മുമ്പിൽ ഓരോ സമയത്ത് ഞാൻ വിചാരിക്കും ഇവര് നേരത്തെ കുറച്ച് നേരം ഇൻസ്ട്രക്ട് ഇതെല്ലാം ലൈവിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ അതൊരു ബ്ലെസ്സിംഗ് ആണ് നിങ്ങളുടെ കോമ്പിനേഷൻ. താങ്ക് യു സോ മച്ച്. അതുപോലെ നടക്കട്ടെ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.